2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ പ്രത്യക്ഷനായി. അതെന്തിനു വേണ്ടിയായിരുന്നു? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 2, 33.5 വർഷം ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ച ശേഷം സ്വർഗത്തിൽ പ്രത്യക്ഷനായി. അതും 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി താമസം വിന നമ്മുടെ കർത്താവ് വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. അതും 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്നതുകൊണ്ട് സംഭവിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, പഴയ നിയമത്തിൽ 300-ലേറെ പ്രവചനങ്ങൾ യേശു വരുമെന്ന് ഉണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കുവാനാണ് യേശു വന്നത്. 2, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ താൽക്കാലികമായി പണ്ടൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു. അത് പോരാ എന്ന് തോന്നിയിട്ട് സമ്പൂർണമായി പാപപരിഹാരം വരുത്താനാണ് യേശു ലോകത്തിൽ വന്നത്. 3, ശത്രുവായ സാത്താന്റെ തലയെ തകർക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. ഇനി 33.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി. 3 കൂട്ടം കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1, വിശ്വസിക്കുന്നവർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. 2, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. 3, തന്റെ സഭയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതെങ്കിലും പറഞ്ഞപ്പോ ഒരു സ്തോത്രമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പോട്ടെ, ഇവിടുന്ന് പോകാൻ പറ്റാത്ത അത്ര ഗംഭീരമായ വീടൊക്കെ പണിതിട്ടേച്ചും ആര് സ്തോത്രം പറയാനോ? പിന്നെ യേശുക്രിസ്തുവിന് വീണ്ടും ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്കുള്ള വരവിൽ 2ാമത്തേതും പഠനങ്ങളിൽ 3ാമത്തേതും. അന്നേരവും 3 കൂട്ടം കാര്യങ്ങൾ നടക്കും. 1, 300 പ്രവചനങ്ങളാണ് യേശുവിന്റെ 1ാമത്തെ വരവിനെങ്കിൽ 625 പ്രവചനങ്ങളുണ്ട് യേശു 2ാമത് വരുമെന്ന്. ആ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കുവാനാണ് യേശു വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത്. 2, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാക്കളാണ്. ശരീരത്തിന് ഇപ്പോഴും പലർക്കും മോചനം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു വരുന്നത്. 3, എല്ലാ വാഴ്ചകൾക്കും അവസാനം വരുത്തിയിട്ട് ഏകചക്രാധിപതിയായി ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷവും തുടർന്നും ഈ ലോകത്തെ ഭരിക്കുവാനാണ് യേശു വരുന്നത്. ആദ്യത്തെ 3 കാര്യങ്ങൾ ഭൂതകാലമാണ്, നടന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും നടക്കില്ല. 2ാമത്തെ 3 കൂട്ട കാര്യങ്ങൾ വർത്തമാനകാലമാണ്. ഇന്ന് രാത്രി ഈ പന്തലിൽ വിശ്വസിച്ചാൽ എനിക്കും പ്രാപിക്കാം, നിങ്ങൾക്കും പ്രാപിക്കാം. 3ാമത്തെ 3 കൂട്ടം കാര്യങ്ങൾ ഭാവികാലമാണ്. അതും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. 3ാമത്തെ 3 കൂട്ടം കാര്യങ്ങൾ വിശ്വസിച്ചാൽ തേജസ്കരിക്കപ്പെടും. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 3 പ്രത്യക്ഷതകൾ, 9 സാധ്യതകൾ. ഇതാണ് ബൈബിളിന് പറയാനുള്ളത്. അതാണ് ഞങ്ങളിങ്ങനെ പല രീതിയിൽ കൂടെയൊക്കെ പറയുന്നത്. അതിൽ ഇന്ന് ഞാൻ എടുക്കുന്നത് 1ാമത്തെ പ്രത്യക്ഷതയുടെ 3 സാധ്യതകൾ, അഥവാ യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ. സ്തോത്രം. നമുക്കിനി അതിന്റെ 1ാമത്തെ പ്രത്യക്ഷയിലേക്ക് വരും മുൻപ് ഈ പ്രസംഗത്തിലെ മുഖവരിയിലേക്ക് വരാം. മുഖവരയായിരുന്നു ഇത്ര നേരം. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിവൃത്തിയായി എന്ന പദം. അതും ഉറക്കെ, അല്ലേ? മത്തായിലും മർക്കോസിലും ലൂക്കോസിലും അങ്ങനെയില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു എന്ന.
മറ്റെല്ലാ സുവിശേഷങ്ങളിലും നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടെന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടുവന്നു. രണ്ടും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് പറയാം, വ്യത്യാസം. നമുക്ക് ഇത് വലിയ അനുഗ്രഹമായിട്ട് തോന്നും, നമ്മൾ അകത്തിരുന്ന് കേൾക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ദൂരെ ഇത് കേട്ടു നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് ഷൈജു ബ്രദറുടെ പാടുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അധികം പാട്ടുകളൊന്നും പാടിയില്ലെന്ന് തോന്നുന്നു. എല്ലാ പാട്ടുകാരും ചേർന്നൊക്കെ നല്ല പാട്ട് പാടും, നന്നായിട്ട് വർഷിപ്പ് ചെയ്യും. ഈ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താണ്? അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും. അന്നേരമാണ് ഈ നാട്ടുകാർ പറയുന്നത്, എന്നാ ബഹളമാണ്, എന്നാ ഒച്ചപ്പാടാണ്. സത്യമാണത്, നമ്മൾ അതിനൊന്നും നിഷേധിക്കാൻ പോകാറില്ല. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് ഈ ദൂരെ നിന്ന് കേട്ടിട്ടാണ്. അന്നും ഇന്നും എന്നും സുവിശേഷം കേൾക്കേണ്ടത് ദൂരെ നിന്നല്ല. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇരുട്ടത്തിരുന്ന് കേൾക്കാതെ, അകലെ നിന്ന് വിലയിരുത്താതെ, വിമർശിക്കാതെ കുരിശന്റെ ചുവട്ടിൽ വരണം. ഒന്ന് വന്നു നോക്കിക്കേ നിങ്ങൾ. ഇതിനകത്ത് വരുന്നവർക്ക് ഒരൊച്ചപ്പാടുമില്ല. ഈ വീടിന്റെ 8ാമത്തെ കട്ട പിടിച്ചാലും പ്രശ്നമില്ല, ഇവിടെ ആര് തുള്ളി പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം അവർക്കിത് ബഹളമല്ല, ഇതൊരു വെളിപ്പാടാണ്. ഇനി ഈ സംഗതികൾ ഇങ്ങനെയൊക്കെ പതുക്കെയൊക്കെ പറഞ്ഞാൽ മതി. വാസ്തവം പറഞ്ഞു, എനിക്കും ഒരു പ്രശ്നമുണ്ട്. ഈ മൈക്ക് അടുത്തു പിടിക്കാൻ വലിയ മടിയാണ്. അന്നേരം ഒന്നും കേൾക്കുകയില്ല, ഇങ്ങനെ പിടിച്ചോണ്ടാ പറയുക. 10 പ്രാവശ്യം പറയുമ്പോഴാണ് ഞാനിങ്ങനെ അടുത്ത് പിടിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാ കയറുന്നത്, ദൈവമേ ഇത് അകലം പോവല്ലേ, അകലം പോവല്ലേ. കാരണം ഈ യൂട്യൂബിലൊക്കെ കേട്ട് പറഞ്ഞു, പാസ് ആദ്യം പറയുന്നത് ഒന്നും കേൾക്കത്തില്ല പാസേ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒത്തിരി പേരെങ്ങനെ പ്രാർത്ഥിച്ചെങ്ങനെ ഈ ചുണ്ടോട് അടുപ്പിച്ച് പിടിക്കാൻ ഞാനിങ്ങനെ ഒരു ഭയങ്കര ശ്രമമാണ്, ഈ ശീലമില്ലാത്തതുകൊണ്ടേ. അപ്പോ നല്ല സൗണ്ട് സിസ്റ്റം ഇങ്ങനെ പതുക്കെയൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പം പിടിവിട്ടു പോവുകയാണ്, അറിയാതെ ഉറക്കെ പറയുകയാണ്. അതെന്താണെന്നും കൂടെ പറഞ്ഞിട്ട് ഈ പ്രസംഗത്തിലേക്ക് വരാം. സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ ഈ പ്രസംഗത്തിൽ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. അദ്ദേഹം ഒരു കാൽനട പ്രചരണ ജാഥയിൽ സംസാരിക്കുവാൻ തന്റെ അംബാസഡർ കാറിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോ ഒരു സിറ്റിയിലെത്തിയപ്പോൾ രാധ ബ്ലോക്കിൽപ്പെട്ടു. കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സൈഡിലേക്കൊന്ന് ശ്രദ്ധിച്ചു. അപ്പോ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉപദേശി റോഡ് സൈഡിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു, വഴിത്തലക്കിൽ പ്രസംഗിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെയുള്ളവരെ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ, കൺവെൻഷന് ഞങ്ങൾ പ്രസംഗിക്കുന്നവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകരാണ് വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷ വേലക്കാർ. അവരെ ആളുകൾ അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. സ്വർഗം അതൊക്കെ കാണുന്നുണ്ട്. ഈ അവിടെ പ്രസംഗത്തെ ആളുകൾ പുച്ഛം എന്നാണ് ഞാൻ പറയാറ്. പക്ഷേ ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് സാറിന്റെ ഭാഷയെ പറഞ്ഞാൽ പുഞ്ഞത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, പുച്ഛവും പുഞ്ഞവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതും പറയാം. ഞാനും ഒരു കവലപ്രസംഗനായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഞങ്ങൾ പ്രസംഗിക്കുമ്പം ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്തൂടെ പോകുന്നവർ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടു പോകും. അതിന്റെ പേരാണ് പുച്ഛം. ഒരു 50-100 മീറ്റർ ദൂരെ മാറി നിന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കി നിൽക്കും. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്, നിനക്കൊന്നും വേറെ. അതിന്റെ പേരാണ് പുഞ്ഞം. അപ്പോ ഈ സഖാവകനെ നോക്കിയപ്പോ, ഉപദേശി നോക്കിയപ്പോ ഈ പുച്ഛവും പുഞ്ഞവും നടത്തുന്ന ആളുകൾക്കിടയിൽ ഒരാൾക്ക് പുള്ളിക്ക് പോകാനൊക്കത്തില്ല, ധൃതിപ്പെട്ട വണ്ടി പോകൂ. ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഉപദേശി വിട്ടുകൊടുത്തില്ല, താക്കറത്ത് പ്രസംഗിച്ചു. കാരണം ഒരാളെങ്കിലും കേൾക്കാനുണ്ടല്ലോ. ആരായിരിക്കുന്നെന്ന് ഉപദേശിക്ക് അറിയത്തില്ല.
ആരാണെന്ന് നമുക്കറിയാമല്ലേ അല്ലേ? ഞങ്ങളൊക്കെ പണ്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നത്, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിന്റെ വീതിയിലിറങ്ങി ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ പറയും. ഉദ്ദേശിക്കാനൊന്നും അറിയത്തില്ല. ഒരപ്പച്ചൻ കേട്ടോണ്ട് എത്രയേ ഉള്ളൂ. പുള്ളി ശക്തമായിട്ട് പറയും, ഓറൊക്കെ പറഞ്ഞു. ജാഥയുടെ കെട്ടഴിഞ്ഞു, ബ്ലോക്ക് അഴിഞ്ഞു, വണ്ടി മുന്നോട്ട് പോയി. സഖാവ് EMS നമ്പൂതിരിപ്പാട് അടുത്ത മാസം പുറത്തിറങ്ങിയ ചിന്ത എന്ന് പറയുന്ന അവരുടെ വാരികയിൽ ഇങ്ങനെ ഒരു വാചകം കുറിച്ചു: ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ എന്ന് തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. എന്താണാവോ? ഞങ്ങൾക്കൊക്കെ അനർഗളമായി സംസാരിക്കണമെങ്കിൽ കാൽനട പ്രകടന ജാഥ കവലയിൽ അവസാനിക്കണം. ഏറ്റവും താഴേക്കിടയിൽ മെമ്പർ മുതൽ ഉയർന്ന തസ്തികയിലുള്ളവർ വരെ ഹാരാർപ്പണം ചെയ്യണം. ഒടുവിൽ ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ, ഞങ്ങൾ മൈക്കിനടുത്തോട്ട് വരുമ്പോൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഇൻകുലാബ് സിന്ദാബാദിന്റെ വിളികൾ അന്തരീക്ഷത്തിൽ മുഖരിതമാകണം. ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ വല്ലതും പ്രസംഗിക്കാൻ സിരകളിൽ ആവേശമുണ്ടാകുന്നത്. പക്ഷേ ഒരാള് പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവൻ പുച്ഛത്തോടെ നോക്കിയിട്ടും നട്ടപ്ര വെയിലത്തൊരു ഉപദേശി ഇത്ര ഉറക്കെ പരസ്യമായി യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ, യേശു ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അയാളുടെ ഉള്ളിൽ ഊറി ഉറച്ചൊരു സത്യമില്ലെങ്കിൽ ഇത്ര ഉറക്കെ പറയാൻ ധൈര്യമുണ്ടാകത്തില്ല. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുമ്പം, പ്രത്യേകിച്ച് യേശു മാത്രം കർത്താവ് എന്നൊക്കെ പറയുമ്പം പതുക്കെ പറഞ്ഞാൽ ഒരു ആത്മസംതൃപ്തി ഇല്ലെന്നേ. അതുകൊണ്ട് സകല മാനവജാതിക്കും ഒരേ ഒരു രക്ഷകൻ എന്നൊക്കെ പറയുമ്പം കിട്ടാവുന്ന ശബ്ദത്തിൽ ഉറക്കെ പറയാൻ കാരണം, ഞങ്ങൾ പറയുന്നൊരു സങ്കല്പമല്ല, ഇതൊരു സത്യമായതുകൊണ്ടാണ്. ആ വികാരം ഇടയ്ക്കൊക്കെ കൂടിപ്പോയാൽ അതൊക്കെ നിങ്ങളെ വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പൊ കർത്താവ് തന്നെ ഉറക്കെ പറയുന്നേ, ഞാൻ മയക്കെടുത്ത ദൈവനാമത്തിന് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവരെന്ത് ചെയ്യും? കൂട്ടിവെക്കും. പെന്തക്കോസുകാരായ ആളുകളൊന്നും കൂട്ടിവെക്കത്തില്ല. അവർക്കറിയത് ഉപദേശിമാരുടെ ആരംഭമാണ്. ഇത് മണ്ണെണ്ണ എഞ്ചിൻ കറങ്ങി വരുന്ന പോലെ കുറച്ച് കഴിയുമ്പം അവരുടെ ടാബിലും കൺട്രോളും നിൽക്കുകയില്ല. മക്കളെ, ഇതൊക്കെ പൊട്ടി തകർന്ന് പുറത്തോട്ട് വരുമെന്ന് പെന്തക്കോസുകാർക്കറിയാം. അല്ലാത്തവരിങ്ങനെ കൂട്ടിവെക്കും. ഞങ്ങൾ കൂട്ടുമ്പം കുറച്ച് വെക്കും. അവർക്ക് പണിയായി യോഗം തീരുന്നവരെ. അത് ഇതറിയാവുന്നവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ചായ കുടിക്കാൻ പോകും. അവർക്കറിയാം ഉപദേശിമാരെ കുറിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വേരിയേഷനൊക്കെ വരും. അപ്പൊ യേശു എന്തിനാ ഉറക്കെ പറയുന്നേ? ഞാൻ പതൊക്കെ പറഞ്ഞു അറിയും, കേട്ടുകൂടാ. സാക്ഷ്യം പറഞ്ഞു കേട്ടുകൂടാ. എന്തിനാ ഉറക്കെ പറയുന്നത്? ദൂരെയുള്ളവര് കേൾക്കാനാ. അപ്പൊ യേശു എന്തിനാ ഉറക്കെ പറയുന്നേ? ദൂരെയുള്ളവര് കേൾക്കാനാണ് എന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഏത് ദൂരെ? 3 ലോകങ്ങളുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ഫിലിപ്പ് ലേഖനം കെനോട്ടിക് പാസേജ് 2-ാം അധ്യായത്തിന്റെ 5 മുതൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ആൻസറിനുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് പിതാവ് അവനെ എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി, സകല നാമത്തിന് മേലായ നാമം നൽകി. അടുത്ത 3 ലോകം പറയാൻ പോവാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. ഞാൻ അറിയാതെ ശബ്ദം ഉയർന്നു വരിക. കാരണം മുഴങ്കാലൊക്കെയും മടങ്ങുകയും 3/4 ചക്രത്തിന് വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത മുക്കുവണ്ടങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന കുട്ടി ദൈവത്തെ പ്രസംഗിക്കാനല്ല ഈ പന്തൽ. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന് മുൻപിലാണ് ഞങ്ങൾ പാടുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ആവേശം അലതല്ലുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർപ്പടിച്ച് ഇന്ന് രാത്രി ഒരുമിച്ച് പറയണം: ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ ഏക നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത്.
അപ്പൊ സ്വർലോകത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പിതാവേ, പ്രവചനങ്ങൾ നിവൃത്തിയായി. ഒന്നാമത്തേത്. രണ്ട്, നമ്മളോട് മുഖത്ത് നോക്കി, പത്തനംതിട്ടക്കാരോട് അല്ലേ, കുമ്പഴക്കാരോട്, ഇനി ഇവിടുത്തെ പ്രോപ്പർ സ്ഥലം അറിഞ്ഞുകൂടെ, ഏതേലും ആകട്ടെ, ഭൂലോകത്തിൽ ഉള്ളവരോട് യേശു പറഞ്ഞു, നിവൃത്തിയായി, നിങ്ങളുടെ പാപങ്ങൾ സമ്പൂർണമായി ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇത് രണ്ടും കേട്ടോട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന വചനത്തിന്റെ പ്രമാണം വെച്ച് മുഴുവൻ ആളുകളുടെ നെറ്റിയിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ ചാകാൻ നോക്കി നിൽക്കുന്ന ഒരു ശത്രു ഉണ്ട് ലോകത്തിൽ. പാപത്തിന്റെ ശമ്പളം, നീ ചത്ത് കഴിയുമ്പോൾ നിന്നെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മരണാധികാരിയായ പിശാചിന്റെ പുഞ്ചിരിച്ചുകൊണ്ടെന്ന മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നിന്റെ ചീട്ട് ഞാനിവിടെ കീറിക്കളഞ്ഞിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലളിതമായി ശാന്തമായി പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഒരടി പാട്ടൊക്കെ പാടി അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? പിരിഞ്ഞ് പോകണം. പോകണം എന്നുള്ളതൊക്കെ ആവേശത്തോടെ പറയും അല്ലേ? ശരി, നമുക്ക് ഒന്നാമത്തിലേക്ക് വരാം. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, എന്തോ നിവൃത്തിയായി? പ്രവചനങ്ങൾ നിവൃത്തിയായി. അതൊന്ന് വിശദീകരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കും. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്നു. അറിയാമല്ലോ, ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് ഒരുത്തനും പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ അതുകൊണ്ട് പൊരുൾ തിരിക്കുക. ദൈവം പണ്ട് എങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നേ? ഭാഗം ഭാഗമായി. ആ വാക്കൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മക്കൾക്ക് ഭാഗോടമ്പടി ചെയ്യുമ്പോഴാ. ദൈവം പണ്ട് ഭാഗം ഭാഗമായി. രണ്ടാമത്തെ വാക്ക് വിവിധമായി ഇടപെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിലെ എല്ലാ പുസ്തകത്തിലും യേശു ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. പിന്നെ അതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ കുറെ നാളുകളായിട്ട് കുറെ പേരെങ്കിലും പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പഴയ നിയമമൊന്നും നമുക്ക് ആവശ്യമില്ല. കുറച്ചു പേര് ഇപ്പൊ ഈ കല്യാണങ്ങൾക്ക് സങ്കീർത്തനങ്ങൾ വായന ചിലയിടത്ത് നിർത്തിയിട്ടുണ്ട്. സഭായോഗത്തിലും സങ്കീർത്തനം വായന നിർത്തിയിട്ടുണ്ട്. അത് എന്ത് അടിസ്ഥാന? ചിലർ ചുമ്മാ നിർത്തിയതായിരിക്കും, ചില പഴയ നമുക്ക് ആവശ്യമില്ല. കുറെ കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞു എന്നാണ് കേട്ടത്, പഴയ നിയമം ആവശ്യമില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പുതിയ നിയമവും നമുക്ക് ആവശ്യമില്ല. അതിന്റെ കാരണം പറഞ്ഞത്, നമ്മൾ അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തലന്മാർക്ക് ബൈബിൾ ഉണ്ടായിരുന്നു? ഇല്ല. അവരാളുകൾ വരുമ്പം നേരിട്ടല്ലേ. പത്രോസൊക്കെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കിയത് എന്ത്? ഉടനെ ചത്ത് വീഴുക. അവര് റോമാലേഖനം 6:3 പറഞ്ഞാണോ പ്രസംഗിച്ചേ? അല്ലെന്ന്, ലൈവായിട്ടാ. അപ്പൊ നമ്മൾ അപ്പോസ്തോലിക സഭയാകണം എന്നൊക്കെ പറഞ്ഞപ്പോ കൈയടിച്ചവരും അന്യഭാഷ പറഞ്ഞവരും ആരാധിച്ചവരൊക്കെ ഉണ്ടെന്നാ കേട്ടത്. ഇതൊക്കെ കേട്ടച്ച് എന്നോടൊരാൾ ചോദിച്ചു, ഈ പൊളിഞ്ഞ ആളെ കുറിച്ച് പാസ് എന്ത് പറയണു? ഞാൻ പറഞ്ഞു, അവനെപ്പോലും നമുക്ക് ആവശ്യമില്ല. അതിനപ്പുറത്തിന് വല്ലതും പറയണം? ഒന്നും പറയാം. നമുക്ക് ഇവരൊക്കെ ആവശ്യമുണ്ട് നമ്മളങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറത്ത് ആരെ ആവശ്യം? ഇത് പറയുന്നവരെയാണ് നമുക്ക് ആവശ്യം. അപ്പോ ദൈവം പണ്ട്
പഴയ നിയമത്തിൽ യേശുവില്ലേ? ഉണ്ട്. പിന്നെ അത് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. പണ്ടത്തെ പ്രസംഗരുടെ വ്യാഖ്യാനത്തിലേക്ക് വരാം. വീട്ടുകാര് വീട് വിട്ടേച്ച് 1 മാസത്തേക്ക് എങ്ങോ പോയി. തിരിച്ചു വന്നപ്പോ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ വീട്ടിൽ കറണ്ട് വന്നു. അതുകൊണ്ട് എല്ലാ ബൾബും തെളിയോ? ഇല്ല. ബെഡ്റൂമിൽ വെട്ടം വേണമെങ്കിൽ അവിടെ ചെന്ന് സ്വിച്ച് ഇടണം, ടോയ്ലറ്റിൽ സ്വിച്ച് ഇടണം, കിച്ചണിൽ സ്വിച്ച് ഇടണം. ഇതുപോലെ പഴയ നിയമത്തിലുള്ള എല്ലാ പുസ്തകത്തിലും യേശുവിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ വേദഭാഗം കണ്ടുപിടിച്ചു കഴിയുമ്പം അവിടെ യേശു ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതല്ല യേശു പറഞ്ഞ പഴയ നിയമത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് കണ്ടോ. പുതിയ നിയമം ആരംഭിക്കുന്ന എങ്ങനെ? അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു. അപ്പൊ അവിടെ 42 തലമുറകൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നേ. അത് കഴിഞ്ഞിട്ടാ പുതിയ നിയമം ആരംഭിക്കുന്നുള്ളൂ. അപ്പൊ ഇനി സ്വിച്ച് പറഞ്ഞുതരാം. സ്വിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എടുക്കൊന്നും വേണ്ട കേട്ടോ. അതിന്റെ 15-ഉം 16-ഉം ചെന്നിച്ച് ഇങ്ങനെ ഞെക്കണം, സ്വിച്ച് ഇടണം. അപ്പൊ ഒരു ബൾബ് തെളിയും. സ്ത്രീയുടെ സന്തതി. നല്ല ബൾബാണ്. പുറപ്പാട് പുസ്തകം 12-ന്റെ 4-ൽ ചെന്നിട്ട് അമർത്തി ഇങ്ങനെ ഞെക്കണം. അപ്പൊ മനോഹരമായ ബൾബ് തെളിയും. നല്ല ഹാലജൻ ബൾബ് കണക്കെ. പെസഹ കുഞ്ഞാട്. ലേവ്യ പുസ്തകം ചെന്നിച്ച് 7 സ്വിച്ച് ഞെക്കിയാൽ പള്ളിപ്പെരുന്നാളിന്റെ ഡെക്കറേഷൻ പോലെ ഒരു 5-6-7 ബൾബ് ഒരുമിച്ച് തെളിയും. കാരണം 7 യാഗങ്ങളുടെ പൊരുളാണ് യേശു. യാഗങ്ങൾ 5, ചുവന്ന പശുക്കിടാവിന്റെ യാഗവും കരപൂർണ യാഗവും അടക്കം 7. സംഖ്യാപുസ്തകത്തിൽ ചെല്ലുമ്പോൾ അടിക്കപ്പെട്ട പാറ. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ. യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 18-ലേറെ ന്യായാധിപന്മാർക്ക് മീതെ ന്യായപാലനം ചെയ്യുന്ന ന്യായകർത്താവ്. 14 ഉള്ളൂ. ഏലി, ശമൂവേൽ, യോവേൽ, അബിയാവ് എല്ലാവരും ചേർത്താണ് ചിന്തകന്മാർ 18 എന്ന് പറയുന്നു. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടെടുപ്പുകാരനായ ബോവസായിട്ടും 1-2 ശമൂവേലിൽ പ്രവാചക വരേണ്യനായിട്ടും 1-2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതിരാജാവായിട്ടും 1-2 ദിനവൃത്താന്തങ്ങളിൽ കർത്താവായിട്ടും യെസ്രായിൽ ശാസ്ത്രിയായും നെഹമ്യാവിൽ രാഷ്ട്രത്തിന്റെ പുനഃസ്ഥാപകനായും ഇടയ്ക്ക് വിട്ടുപോയ എസ്തേറിൽ മധ്യസ്ഥനായും ഇയ്യോബിൽ കഷ്ടപ്പെടുന്ന മശികയായും സങ്കീർത്തനങ്ങളിൽ ആടുകളുടെ വലിയ ഇടയനായും സദൃശവാക്യത്തിൽ സർവജ്ഞാനിയായും സഭാപ്രസംഗയിൽ സകലവും നിയന്ത്രിക്കുന്നവനായും ഉത്തമഗീതത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനുമായും യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ തുടങ്ങിയ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന 16 പ്രവാചകന്മാർ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകം അടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശികയായിട്ടും മത്തായിൽ രാജാവായും മർക്കോസിൽ ദാസനായും ലൂക്കോസിൽ മനുഷ്യപുത്രനായും യോഹന്നാനിൽ ദൈവത്തിന്റെ പുത്രനായും അപ്പോസ്തല പ്രവർത്തികളിൽ സഭയുടെ ചരിത്രത്തിന്റെ നെടുന്തൂണായും ലേഖനങ്ങളിൽ ദൈവസഭയുടെ ഭാവി പ്രത്യാശയായും കൈയടക്കത്തോടെ കയ്യിൽ അവസാനമായി തന്ന വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാറത്ത പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രന്റെ സദൃശനായിരിക്കുന്ന ദൈവമായും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന യേശുവിന്റെ പ്രത്യേകത മംഗളത്തിനകത്തും മാതൃഭൂമിക്കകത്തും മനോരമയ്ക്കകത്തും മാധ്യമത്തിനകത്തൊക്കെ എവിടെയെങ്കിലും കണ്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. 40-ാമത്തെ സങ്കീർത്തനവും എബ്രായ ലേഖനവും പറഞ്ഞ ഇതാ പുസ്തകത്തിന്റെ ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ഏക രക്ഷിതാവ് ഞങ്ങൾ പറയുന്ന യേശുക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ആവേശത്തോടെ അത് എങ്ങനെ പറയാതിരിക്കും പ്രിയപ്പെട്ടവരെ? ദൈവം പണ്ട് ഭാഗമായി. അടുത്ത പദം എന്താ? വിവിധ സ്റ്റൈലിൽ, വിവിധ രീതികളിൽ എന്നാണ് അതിനർത്ഥം.
അതൊക്കെ എങ്ങനെ ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി എടുത്ത് പറയാതെ ഒരു ഉദാഹരണം പറയുമ്പം പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പിന്നെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ ഉദാഹരണം പറഞ്ഞു കഴിയുമ്പം പ്രസംഗ ആളുകൾ മറക്കുകയും ചെയ്യും, ഉദാഹരണം വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്നാലും പെട്ടെന്ന് ആ വിഷയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലേക്ക് വരാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായി നോക്കിക്കോ. യേശുക്രിസ്തു മരിച്ചു. അപ്പൊ നേരെ എങ്ങോട്ടാ പോയത്? സ്വർഗത്തിലേക്കല്ല, പിന്നെ എങ്ങോട്ടാ? ഒന്നാം പാതാളം. ഈ ഭൂമിയെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. 35 കിലോമീറ്റർ ക്രസ്റ്റ്, 2870 മാൻഡിൽ, അവിടെയാണ് 20 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളൊക്കെ ഉള്ളത്. മൂന്നാമത്താണ് കോർ, ഉൾക്കാമ്പ്. ശാസ്ത്രം നമ്മൾ പറഞ്ഞു നരകം. ഇത്രയേ ഉള്ളൂ. 28.5. അപ്പൊ അതിൽ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന രണ്ടാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള 4 സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള മരിച്ചുപോയ ഭക്തന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ച സ്ഥലത്തിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഒന്നാം പാതാളം അല്ലെങ്കിൽ പറുദീസ. അതുമല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പേരെന്തുവാ? അബ്രഹാമിന്റെ മടി എന്നാണ്. അപ്പൊ ആ സ്ഥലത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ഭാവന. അപ്പൊ യേശുക്രിസ്തു മരിച്ചു. നേരെ അങ്ങോട്ട് ചെന്നു ഈ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന ഒന്നാം പാതാളം. അപ്പൊ ഇതാണ് അതെന്നിരിക്കട്ടെ. ഇരിക്കുന്ന എല്ലാം ആദാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള പാർട്ടികളാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കട്ടെ. ഇനിയെങ്കിലും മോഹം ഒന്ന് വിശാലമാകട്ടെ. ഞാൻ ആദാമൊക്കെ ഇരിക്കുന്നൊക്കെ പറയുമ്പോ ഒരു ഗമയൊക്കെ വേണ്ടായോ? അത് പറഞ്ഞാൽ ആകെ ഉണ്ണിച്ചാനേ ഉള്ളൂ, വല്ലതും മിണ്ടുന്നതാണ്. എന്റെ കൂടെ അങ്ങ് പോകും. ഞാൻ കൊണ്ടുപോകാനാ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് വല്ലതൊക്കെ പറയണമെങ്കിൽ ശരി. അപ്പൊ യേശു നടുക്ക് വന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടാൽ എന്തോ ചെയ്യും? ഇപ്പം നമ്മൾ അറിയാതെ ചാടി എഴുന്നേക്കത്തില്ലയോ? മലയാളികൾ എഴുന്നേക്കാൻ ഈ കസേര വല്ലോ പോയാലോ എഴുന്നേക്കും. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. ഇനി എഴുന്നേൽക്കേണ്ടാത്ത ഒരാൾ അവിടെ ആരായിരിക്കും? അനുമാനം ആദാമായിരിക്കും. ആദ്യ മനുഷ്യനായതുകൊണ്ട് ആര് വന്നാലും പുള്ളിക്ക് എഴുന്നേക്കേണ്ട കാര്യം എനിക്ക് ശേഷമല്ലേ നിങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഭാവന ചിറക് വിടർത്തി നോക്കാം. ഈ ഇരിപ്പ് കണ്ടപ്പോ യേശു പതുക്കെ മന്ദം ആരെ അടുത്തോട്ട് ചെന്നു? യേശു അടുത്ത് വരുംതോറും ആദാമിന് ഇരിപ്പ് ഉറയ്ക്കോ? ഇല്ല, ഉണ്ടാൻ വഴിയില്ല. മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു. അടുത്ത് ചെന്നപ്പോൾ യേശു ചോദിച്ചു, എന്നെ അറിയാമോ? ആദാം എങ്ങനെ നോക്കിച്ചു പറഞ്ഞു, കണ്ട പരിചയം ഇല്ല. അല്ല, ഞാനാണല്ലോ ആദ്യത്തെ മനുഷ്യൻ. യേശു പറഞ്ഞു, എനിക്കറിയാം. പോയി അതോടുകൂടെ ഞെട്ടിപ്പോയി. കാരണം 930 വയസ്സുള്ള ഞാന്, 33 വയസ്സുള്ള പയ്യൻ, അത് 4000 കൊല്ലം കഴിഞ്ഞ് എവിടെ എന്നെ എപ്പോഴറിയും? യേശു പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ താങ്കളായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഈ പാപം ചെയ്തത് ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർപ്പിക്കാനാണോ ഇപ്പൊ ഈ സമയത്തോട്ട് ഞാനിങ്ങനെ അവിടെ ജീവിച്ചു പോയതാ? ഓർമ്മയുണ്ട്. പാപം ചെയ്തപ്പം മരത്തിന്റെ മറവിലേക്ക് പോയതും, ഒരു അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയതും, വെയിലാറിയപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ വാൻഡ് പോലെ ആ ഉടുപ്പായി മാറിയതും. നാണം കിടത്തേ അടങ്ങത്തുള്ളൂ. വന്ന കാര്യം പറ. അല്ല, അതൊക്കെ ഓർമ്മയുണ്ട്, വാക്യം പറ. അല്ല, അന്നേരം യഹോവയായ ദൈവം വന്ന് ആ ഉടുപ്പിന് പകരം തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി തന്ന് ഉടുപ്പിച്ച് നഗ്നത മറച്ചത് ഓർമ്മയുണ്ടോ? നന്നായി ഓർക്കുന്നുണ്ട്. തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാകണമെങ്കിൽ ഒരു മൃഗം യാഗമാകണ്ടേ? ആകണം. ആ മൃഗം ഏതാണെന്നറിയാവോന്നായി ചോദിച്ചത്. അറിയില്ല. അന്ന് മുതലേ ഞാൻ അന്വേഷിക്കുക ആ യാഗമൃഗം ഏതാണെന്ന്. ഇനി അന്വേഷിക്കണ്ട. ആ യാഗമൃഗമാണ് താങ്കളുടെ മുൻപിൽ നിൽക്കുന്ന ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്. പിടിവിട്ടുപോയി ആദാമിന്റെ. കാലെ വീണോ കെട്ടിപ്പിടിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. ഒരു ഭാവന പറഞ്ഞതേ ഉള്ളൂ. പാതാള ലോകം ഞെട്ടിത്തെരിഞ്ഞ് നിൽക്കുമ്പോൾ വെട്ടിത്തിരിഞ്ഞ് യേശു നേരെ അബ്രഹാമിന്റെ അടുത്തോട്ട് വന്നപ്പോഴേ അബ്രഹാം പറഞ്ഞു, പറയണ്ട.
ആ മോറിയ മലയിൽ വെച്ച് ഞാനിങ്ങനെ കത്തി ഉയർത്തുമ്പോൾ, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് അവിടെ കൊമ്പ്, കോലാട്ടിൻകുട്ടിയുടെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിയതുപോലെ കിടന്ന ആ ആടല്ലേ ഈ നിൽക്കുന്നത്? 100 മാർക്ക്. ഇപ്പൊ അർത്ഥം മനസ്സിലായോ? ദൈവം പണ്ട് ഭാഗം ഭാഗമായി 39 പുസ്തകത്തിലും വിവിധമായി എന്ന് പറഞ്ഞാൽ മറയപ്പെട്ട ഒരു കുഞ്ഞാടായി, അറുക്കപ്പെട്ട ഒരു പെസക കുഞ്ഞാടായി, വിതയ്ക്കപ്പെട്ട ഒരു ഗോതമ്പ് മണിയായി, അടിക്കപ്പെട്ട ഒരു പാറയായി, തകർക്കപ്പെട്ട ഒരപ്പമായി, ഉൽപ്പത്തിയിൽ ഉയർന്നു പൊങ്ങിയ നോഹയുടെ പെട്ടകമായി 4000 വർഷം യേശു തമ്പുരാൻ വെളിപ്പെട്ടത് അത് അവസാനിച്ചു മക്കളെ. ഇന്ന് അതിന് പകരമായി വെളിപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതാണ് ക്രൂശും അതിന്റെ സുവിശേഷവും എന്നാണ് ഈ പറഞ്ഞത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കലും ഡിസംബർ 25 കടലാസ് വിളക്കിൽ യേശു ജനിക്കില്ല. നിങ്ങൾ വീട്ടുമുറ്റത്തൊരുക്കുന്ന ആ പുൽക്കൂട്ടിൽ ഒരു ഉണ്ണിയേശുവായിട്ടല്ല, താങ്കൾക്ക് വീടും കൂടും തന്ന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രാജാതി രാജാവായിട്ട് യേശുവിന് വരാൻ താല്പര്യമുള്ളെന്ന്. 2 മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ സിമന്റും കമ്പിയും കൂടെ കൂട്ടിക്കുടച്ച നിങ്ങളുടെ കോൺക്രീറ്റിന്റെ കുരിശിൽ ഇനി യേശു മരിക്കാനും വരില്ല. ഇന്ന് രാത്രി ആരെ വിശ്വസിക്കുന്നുവോ 2000 കൊല്ലം മുൻപ് കാൽവറി മലമേൽ ഉയർത്തപ്പെട്ട ക്രൂശ് ഇന്ന് രാത്രിയും ഇവിടെ ഉണ്ടെന്നാര് വിശ്വസിക്കുന്നുവോ, അതിന് ചുവട്ടിലേക്ക് ആര് അനുതാപത്തോടെ കടന്നു വരുന്നുവോ, മരിച്ച യേശുവിന് മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഉയർത്തിട്ട് കരയുന്നവരെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ജീവനുള്ള ദൈവത്തെ കൂടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ആരെയും ഇനി പ്രതീക്ഷിക്കുന്നില്ല. ലോകത്തിൽ ഒരു രക്ഷിതാവിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വരാനുള്ളവൻ വന്നു, അവൻ ക്രൂശിൽ മരിച്ചു. ഈ മെസ്സേജ് കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്പരാൻ വചനത്തിൽ കൂടെ വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു, ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ നിവൃത്തിയായി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. 2ാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. നമ്മളോട്, പത്തനംതിട്ടക്കാരോട്, ഭൂലോകത്തോട് യേശു പറഞ്ഞു, നിവൃത്തിയായി, നിങ്ങളുടെ പാപങ്ങൾ സമ്പൂർണമായി നിവൃത്തിയായി. അതാണ് നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. എന്താണ് ഈ പാപങ്ങൾക്ക് സമ്പൂർണമായി പരിഹാരം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എബ്രായ ലേഖനത്തിൽ തന്നെ വരാം. 10-ാം അധ്യായം 1 മുതൽ 1 വായിച്ചു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇതും ഒന്ന് പോലും തിരിച്ചാൽ നമുക്ക് പിടികിട്ടും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വായിച്ചു, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കിടിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു എഴുത്ത ഭാഷയാണത്. വിട്ടു പിടിക്കാം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ന്യായമായ ആദരം, അങ്ങനെ പറഞ്ഞാൽ. വരുവാനുള്ള നന്മയുടെ അതാരാ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും. അപ്പൊ വരാനുള്ള നന്മ ആരാ? യേശു ക്രിസ്തു. 2 പിടി കിട്ടിയല്ലോ. അപ്പൊ ന്യായപ്രമാണം വരാനുള്ള യേശുവിന്റെ നിഴലായിരുന്നു, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല ന്യായപ്രമാണം. അതിന്റെ പരാജയങ്ങൾ പറയാൻ പോവുക. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ദൈവം കൊടുത്തതാ കേട്ടോ. പക്ഷേ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ചെറുതും വലുതുമായ 36 കുറവുകൾ എന്തിനുണ്ട്? ന്യായപ്രമാണത്തിനുണ്ട്.
ആദ്യത്തെ പുറപ്പാട് മുതൽ ഇങ്ങോട്ട് 4 പുസ്തകങ്ങൾ വായിച്ചാൽ 36 കുറവ് കണ്ടെത്താൻ പറ്റും. ആ കുറവുകൾ കുറച്ചൊക്കെ വിശദീകരിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ 36 കുറവുകളിൽ നമുക്ക് മനസ്സിലാകാൻ പാകത്തിന് 2 പറയാം. ഒരു പ്രശ്നം, ഈ ന്യായപ്രമാണം അനുസരിച്ച് ഈ യാഗം നടത്താൻ വരുന്ന ആളുകൾക്ക് ഒരു കാലത്തും പാപബോധമില്ല. പ്രായശ്ചിത്തം ഉണ്ടായാലല്ലേ, അനുതാപം ഉണ്ടായാലല്ലേ പാപബോധം ഉണ്ടാവുള്ളൂ. എന്താ പാപബോധമില്ലാത്തതിന്റെ കാരണം? കയ്യിൽ കാശുണ്ട്. അതാ, കയ്യിൽ കാശുണ്ടെങ്കിൽ പാപം ചെയ്യാം. പാപം ചെയ്താൽ യാഗമൃഗത്തെ മേടിക്കാം. യാഗമൃഗത്തെ കൊണ്ടുകൊടുത്താൽ പാപം പരിഹരിക്കപ്പെടും. അപ്പൊ അടുത്ത ആഴ്ചയിൽ കാശില്ലെങ്കിൽ പാപം ചെയ്യാൻ പോകരുത്. പണിയുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പോവാം. അപ്പൊ അതുകൊണ്ട് സാധനം മേടിക്കാം. ഞാൻ ഒന്നുകൂടെ അത് ക്ലിയർ ആക്കാം. നമ്മുടെ റാന്നിയിലുള്ള നമ്മുടെ സഭ പ്രിൻസിപ്പാൾ വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹം വരികയില്ലെന്നൊരു നിങ്ങൾ ഇനി ആദ്യമൊന്നും വേണ്ട, അദ്ദേഹം പറയിരിക്കുന്നുണ്ട്. അപ്പോ ആ പള്ളിയിലോട്ട്, ഇത് പണ്ടത്തെ യഹൂദന്റെ പള്ളിയാന്ന് വിചാരിക്കുക. ഏത് നമ്മുടെ അവിടുത്തെ തൊണ്ടത്തിലെ ചർച്ച്. അപ്പൊ പണ്ട് ആളുകൾ പള്ളി വരുമ്പം കയ്യിൽ എന്തോ വേണം? ഒരാളിന്റെ കുറുപ്രാവിനെ ഇങ്ങനെ വീശിക്കൊണ്ടുവരുന്നു. അപ്പൊ ഈ കലുങ്കയിലൊക്കെ നമ്മൾ ഈ ബന്ധിക്കൂസാരൊക്കെ പണ്ട് ആരാധനയ്ക്ക് മുമ്പും ഈ കലുങ്കയിൽ നമ്മളെ കളിയാക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ വേലിപ്പത്തലിലൊക്കെ ഓന്തിരിക്കുന്ന പോലെ ഈ പണ്ടത്തെ ഉപദേശിമാർ അവരെ ഓന്തന്മാരെന്നാ വിളിച്ചോണ്ടിരുന്നത്. എന്തോന്ന്? സത്യം പറയാമല്ല, ആ ഓന്തന്മാരാണ് നമ്മുടെ ഒരു ബലം. നമുക്ക് ഈ നാണിച്ചും വിഷമിച്ചും പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ബൈബിൾ ഇട്ടും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും മുട്ടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ കവർ അരിക്കുന്നു. എന്റെ പൊന്നിയെ പ്ലാസ്റ്റിക് ഉരുന്നൂലെ ഗരഗരാന്ന് പറഞ്ഞു ഒച്ചേ. അപ്പൊ ആ നാണൊക്കെ മാറുന്നത് ഈ ആളുകൾ കാരണോ? എന്തോ മുട്ടം ഗീവൃച്ചാനൊക്കെ പിന്നെ എന്താനന്ദം എനിക്ക് എന്താനന്ദം എപ്പ പാടിയതാ? ഇവര് കളിയൊക്കെ പാടിയതാ. 42 തുന്നിലുള്ള മുണ്ട് കൊടുത്തോണ്ട് പോകുമ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടികൾ 2 ചിന്തിപ്പോയി എന്ന് പറഞ്ഞപ്പം പാടിയ പാട്ടാത്. മനസ്സിലായോ? നമുക്കിപ്പം ആരാധനയ്ക്ക് പോലും പോകാൻ താല്പര്യമില്ല. കാരണം കളിയാക്കാൻ ആരും ഇല്ലെന്ന്. അവരുണ്ടായാലേ നമുക്കിപ്പോ നമ്മളിപ്പോ ഇഷ്ടം പോലെ കൂട്ടമായിട്ട് ഇപ്പൊ ആര് കാണാനാ? അന്നെന്നൊക്കെ പറയും. നമ്മുടെ പണ്ടത്തെ സ്നാനമൊക്കെ കണ്ടോ? തമ്പേറൊക്കെ അടിച്ച് വഴിനീളെ പോയി. അപ്പൊ നാട്ടുകാർ വരും കുറച്ച് ചാണകമായിട്ട്. എന്തിനാ? നമ്മുടെ സ്നാനത്തെ തൊട്ട് മുകളിലിരുന്ന കലക്കി. അതൊക്കെ ഒരു സ്നാനമായിരുന്നു മക്കളെ. ഇപ്പം പിന്നെ സ്റ്റേജിന് നടക്കാം. ആത്മാവിന്റെ ഒട്ട് കയറി വരുമ്പോ അപ്പം മുഖ്യ വിട്ടു ഇവിടെ വെച്ച് പിന്നെ കിട്ടുകയല്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് മാറ്റിക്ക മുഖ. അപ്പൊ അങ്ങനെ ആളുകൾ കളിയപ്പോ ആൾക്കാർ പറയും, മത്താച്ചേട്ടോ എന്തോ ഇന്ന് കുറുപ്രാവേ ഉള്ളോ, നീ പോടാ അവിടുന്ന്. അല്ല ഈ കുറ്റിവീടി വലിച്ചാൽ എന്ത് മതി? ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണം. അപ്പൊ കുറ്റിവീടി വലിച്ച എന്ത് മതി? കുറുപ്രാവ് മതി. നീ പോടാ അവിടുന്ന്. ഞാൻ കുറുപ്രാവിനെയും കൊണ്ടെങ്കിലും പോകണ്ടല്ലോ, നീ പള്ളിയിലേ. അതൊക്കെ ഭേദമല്ലേ? അപ്പൊ നീ എന്റെ പുറകെ വരുന്ന ലൂക്കോച്ചനെ കണ്ടാലോ? എന്നാ പറ്റി? നീ നോക്കാം. അപ്പൊ പുള്ളി കോലാടിനെയും കൊണ്ട് വരുന്നു. അത് കുറ്റിവീടിയല്ല, അത് കുറ്റി മറിച്ചിട്ട കേസാ. പറഞ്ഞു, ലൂക്കോ ചേട്ടാ അത് എന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്യും. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ പണിയില്ല, വേലയില്ല, കൂലിയില്ല. അപ്പൊ നീ എന്റെ പുറകെ വന്ന കറിയാച്ചനെ കണ്ടാലോ? അയ്യോ, അപ്പത്തേക്കും ചായക്കളല്ല എല്ലാം നിരന്ന് നിൽക്കുക. ആര് വരുന്നത് കാണാൻ? കറിയാച്ചൻ പത്തനംതിട്ട മാർക്കറ്റിൽ നിന്ന് ഒരു കന്നാലിയെ ലേലം ചെയ്ത് 2 ബംഗാളിനെ കൊണ്ട് ഉന്തി തള്ളി. അവര് മൂക്കത്തെ വിരലിച്ച്, ദൈവം തമ്പുരാൻ ഈ പുള്ളി പണിയെടുക്കുന്ന കാശെല്ലാം. അപ്പൊ ഇതവർക്ക് ഭയങ്കര നാണക്കേടായി കേട്ടോ. ഇവർ എന്നുവെച്ച് പറഞ്ഞു പുരോഹിതനോട്, ഇന്നത്തെ പുരോഹിതന്മാരെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നേ, നിങ്ങൾ ഏതൊക്കെ പള്ളിയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ അന്നത്തെ യഹൂദന്റെ പള്ളിയുടെ കാര്യമായി പറയുന്നേ, ന്യായപ്രമാണ കാലത്തെ കാര്യമായി പറയുന്നേ. നിങ്ങളെ വിളിച്ചു വരുത്തേച്ച് നിങ്ങളുടെ കുറ്റമൊന്നും പറയുകയല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അന്നത്തെ യഹൂദന്റെ കാര്യമായി പറയുന്നേ. അപ്പൊ എന്നു പറഞ്ഞു, പുരോഹിതനോട് പറഞ്ഞു, ഈ ഇടപാടൊന്ന് മാറ്റിത്തരണം. എന്തോന്ന്? ഞങ്ങൾ യാഗമൃഗത്തെയും കൊണ്ടുവരണം, നാട്ടുകാരെ വായിലിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കിത്താ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ പരിഹാരം? ഈ പള്ളിക്ക് ഇഷ്ടം പോലെ കോമ്പൗണ്ട് കിടക്കുമല്ലയോ,
ഈ മാർക്കറ്റിൽ അടിക്കുന്ന സാധനങ്ങൾ നമുക്ക് നേരെ ഇവിടെ ഞങ്ങള് പൈസയായിട്ട് വരാം. ഈ കാശ് കൊണ്ട് വരുന്നവരെ എത്ര കാശുണ്ടെന്ന് അറിയാൻ പറ്റൂ? ഈ പറ്റിയില്ല. ഞാൻ 25 കൊല്ലം 10 സഭയുടെ പാസ്സായിരുന്നു. എനിക്ക് അന്നും അറിയാൻ മേല, സഭാ ചാർജ് തീരുന്നവരെ അറിയാൻ മേല ആളുകളുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന്. കാരണം എപ്പം നോക്കുമ്പോഴും 10. എനിക്കറിയാൻ മേല. ഈ പ്രസംഗത്തിൽ മാത്രം ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടത് പറയുക. അങ്കമാലിൽ നിന്ന് കോട്ടയത്തേക്ക് വണ്ടി കയറുന്നു. കണ്ടക്ടർ ചോദിക്കുന്നു, എവിടാ? കോട്ടയം. 84 രൂപ. പേഴ്സ് തുറന്നപ്പം ഇഷ്ടംപോലെ 10 പണ്ട്. പുള്ളി കുറച്ചു ഇഷ്ടം പോലെ 10 ഉണ്ടല്ലോ. ഉണ്ട്. അതെനിക്ക് തരാമോ? കുറെ ചില്ലറ കൊടുക്കാനുണ്ട്. ഞാൻ മൊത്തം എടുത്തു കൊടുത്തു. ഒരു കുത്തു പിടിച്ച് പുള്ളി ഇങ്ങനെ നോക്കി പറഞ്ഞ് 38 ഉണ്ട്. തിരിച്ചു വരുമ്പം കാശ് തരാം. പുള്ളിയുടെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. 2 പേരും ഒരുമിച്ച് വർത്താനം പറഞ്ഞ് പോവാമല്ലോ. ഇങ്ങനെ ആർക്ക് 2 3 ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്ന് അപ്പൊ എനിക്കൊരു സന്തോഷം. കോട്ടയം വരെ മിണ്ടിയും പറഞ്ഞു പോകാൻ ഒരാളായല്ലോ. അങ്ങനെ പുള്ളി ഒന്നും ഇരിക്കുന്നില്ല. എന്നെ നോക്കി വെച്ച് എന്നോട് ചോദിക്കുക, പാസ്റ്റർ ആണല്ലേ ഇത്? അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ 10 എന്നെ കുഴപ്പിച്ചെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മള് ഈ ടീഷർട്ടൊക്കെ ഇട്ടാ വരുന്നേ, എവിടെ വരുമ്പോഴാ ഉടുപ്പ് മാറുന്നേ, എല്ലാവരും ഒക്കെ. ഞാൻ പറഞ്ഞു, പാസ്റ്ററാണെന്ന് പറയാൻ കാര്യം എന്താ? പാസ്റ്ററല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ടീഷർട്ട് അല്ല എന്ന് പറഞ്ഞ് എനിക്ക് നാവിട്ട് വളയൊന്നുമില്ല. നമ്മള് പാസ്റ്ററാണല്ലോ. എന്നാലിങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങ് ആദ്യം പാസ്റ്ററാണോ അല്ലയോ എന്ന് പറ. പുള്ളി പിടുത്തോ? KSRTC കണ്ടക്ടർ. ഞാൻ പറഞ്ഞു, പാസ്സാന്നു. എന്നാ അത് ആദ്യം പറ. എന്നിട്ട് പുള്ളി ഇരുന്നു. സമാധാനമായി. ആരാ? പുള്ളി പെന്തിക്കോസുകാരന്. ഇനിയിപ്പോ സഭയൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ അറിയുന്ന സഭയായതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ എങ്ങനെ സഹോദര ഈ പാസ്റ്റർമാരെ തിരിച്ചറിഞ്ഞ? ഞാൻ ഈ താടി മീശയുണ്ട്, ഹാഫ് കൈ ഷർട്ടോ. പുള്ളി പറഞ്ഞു, അതൊന്നുമല്ല പാസ്റ്ററെ. ഞാൻ 10 തന്നുകൊണ്ടാണോ? അതുമല്ല പാസ്റ്ററെ. ഞാൻ തിരിച്ചറിയാം, ഈ മുഷിഞ്ഞ 10 നോട്ട്. ഈ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഈ തലങ്ങും വിലങ്ങും പോസ്റ്റ്മോർട്ടം ചെയ്ത് വരുന്ന പോലെ ഈ സെല്ലേട്ടൊപ്പ് വെച്ച് ഒട്ടിച്ച 10. പിന്നെ പുള്ളിയുടെ സാഹിത്യ ഭാഷ കേട്ടോളാം. വളച്ചാൽ വളയാത്ത, ഒടിച്ചാൽ ഒടിയാത്ത, ഈലിട്ട ദഹിക്കാത്ത. ഞാൻ പറഞ്ഞു, മതി മതി മതി. ഇത് കാണുമ്പം മനസ്സിലാക്കണം 2 പേരുടെ കയ്യിലേ ഉള്ളൂ. അപ്പോഴും എനിക്ക് സമാധാനം, കൂട്ടുകാരനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മറ്റേ ആളാരാ? അത് ഭിക്ഷക്കാരും 1 ഭാഷന്മാരും. അതോടെ സമാധാനമായി. ഇത് ഞാൻ പണ്ടേ പറയുന്ന കാര്യമായിട്ടോ. ഇപ്പൊ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് തോന്നുന്നു ഈ മറ്റേ രാത്രി കൊണ്ട് 17.25 ലക്ഷം രൂപയൊക്കെ അന്നത്തെ ഉദ്യോഗസ്ഥരൊക്കെ പോലും അറിയാതെ നമ്മുടെ നോട്ട് മാറ്റമൊക്കെ വന്നല്ലോ. ശരിക്കും പറഞ്ഞ അന്തസ്സുള്ള നോട്ടായിരുന്നു. ഏത്? 2000. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് 2000 ഒക്കെ ദൈവം തന്നതാ. പക്ഷേ കുറെ നാള് നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങളത് സ്വോത്രക്കാഴ്ചപാത്രത്തിൽ മാത്രം ഇടുകയില്ല എന്ന് തീരുമാനിച്ചപ്പം അതിനെ അങ്ങോട്ട് പിൻവലിച്ച് പഴയ 10 തന്നെ ആക്കി. ഇപ്പോഴും ഞാൻ പറഞ്ഞേരല്ലേ, അന്നൊരു കാര്യം ചെയ്യ, 2000 സ്വോത്രക്കാഴ്ചപാത്രത്തിൽ ഇട്ടിട്ടുള്ളവര് മാത്രം സ്വത്രം പറ കാണുമല്ലോ. ഞാൻ പറഞ്ഞു, ശരിയല്ലേ? എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ? എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാ കടയിലും 2000 ഉണ്ട്. എവിടെ മാത്രം ഇട്ടിട്ടില്ല? അവിടെ നിൽക്കട്ടെ, ഇവിടെ അതൊക്കെ പറഞ്ഞു. എന്നാലും അതൊരു ആവശ്യമാണല്ലോ. അതുകൊണ്ടാ സ്വത്രം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പാപം ചെയ്ത് കാരണം ഇതിന് പ്രായശ്ചിത്തമില്ലെന്നേ. ഇപ്പൊ ഈ കുറുപ്രാവിനെയൊക്കെ കൊണ്ടുവന്നാലേ മൂത്രപിണ്ഡം, വപ, കരുത്ത്, കാല്, ചിറകം ഒക്കെ വെട്ടിക്കളയണം. ഈ കുറുപ്രാവിനെ കൊണ്ടുവന്ന് യാഗപീഠത്തിൽ ഇട്ടേച്ചും ഇതിന്റെ മുപ്പല്ലി കൊണ്ട് ഇതിന്റെ മേധസ്സാണ് കുത്തിയെടുക്കേണ്ടത്. കുറുപ്രാവിനെ ഇട്ടേച്ച് എവിടെ കുത്താനാണ് ഇത്രയുള്ള സാധനത്തെ? അപ്പൊ ഞാനതിന് പറയുന്നത് 2 പ്രാർത്ഥന ഒരു പക്ഷെ കാണുമായിരിക്കും. ഇതൊക്കെ ഭാവനയാണ്. 1, കർത്താവേ യഹോവേ, ഇദ്ദേഹം കൊണ്ടുവന്ന കുറുപ്രാവിന്റെ യാഗത്തെ സ്വീകരിച്ച് ഇവന്റെ കുറ്റിവീടിയുടെ പാപം ക്ഷമിച്ചു കൊടുക്കണമേ. പരസ്യമായി മനസ്സിൽ ഇവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഒരു കോലാടുമായിട്ട് വരാൻ അങ്ങേർക്കും ജീവിക്കണ്ടായോ? ഇതുകൊണ്ട് പുരോഹിതനും പാപബോധമില്ല. അന്നേ വരുന്നവർക്കും ഇന്നും അങ്ങനെ ഈ പണമുള്ളവർക്ക് പാപബോധമെന്നും പറഞ്ഞൊരു സാധനം തൊട്ടു തീണ്ടിയിട്ടില്ല പലർക്കും. എല്ലാവർക്കും അല്ല, പലർക്കും. എന്താ കാര്യം? ആ പണത്തിന്റെ ഊറ്റമാണെന്നേ. ഇതുണ്ടെങ്കിൽ എല്ലാം മറയ്ക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്.
നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, പണത്തിന് മീതെ സത്യമാ, പക്ഷെ അതിന് മീതെ ഓർണമുണ്ട്. പരുന്തിന് മീതെ ഓർണമുണ്ട്, പരിശുദ്ധാത്മാവ്. അതിന് മീതെ അതിന്റെ പണത്തെ പറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടല്ലേ ദാവീദിന്റെ പാപത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞും മത്തായി എഴുതിയപ്പോൾ, ദാവീദേ നീ ഇന്നയാളുടെ ആലയം കൊണ്ടാ നടക്കുന്നതെന്ന് എഴുതുന്ന കാര്യം അതല്ലേ. അവിടെ നിൽക്കട്ടെ, പാപബോധമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രശ്നമായി പറഞ്ഞു, ഒന്നിൽ തെറ്റിയാൽ സകലവും തെറ്റും. ഒരു കുറ്റം ചെയ്താൽ മതി, എല്ലാം തെറ്റും. അപ്പൊ എന്ന് രക്ഷപ്പെടും? ഒരു തെറ്റും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന് പ്രശ്നമാണ്. ഞാൻ ഇനി അത് ഈ ന്യായപ്രമാണം മൊത്തം ആചരിച്ച് നമുക്ക് നടക്കാൻ ഒക്കത്തില്ല. ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റും, ഒരു തെറ്റും പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇനി അതെങ്ങനെ വിശദീകരിക്കണം? അത് വിശദീകരിക്കാം. നമ്മള് നമ്മുടെ ബേബി സിസ്റ്റർ കുവൈറ്റിൽ നിന്ന് വന്നേക്കണം. പോയോ? ഇവിടെ കണ്ടിട്ട് ആ പാസ്റ്റർ എന്തൊക്കെ ത്യാഗം ചെയ്താ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെ പോകുന്ന ആൾക്കാരാ. അപ്പൊ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയാം. വിസ വരണം, പിന്നെ അതിന് വിസ മെസ്സേജ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, പിന്നെ ടിക്കറ്റ്. പെട്ടെന്നാണെങ്കിൽ എന്നാ പൈസയാ. അവിടെ ചെല്ലുമ്പോഴുള്ള ചോദ്യവും പറച്ചിലൊക്കെ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയാം. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പോകാനേ തോന്നുന്നില്ല ചിലപ്പം. അപ്പൊ ഞാനതിന് സരസമായ ഒരു ഉദാഹരണം പറയാം, പക്ഷെ അതിന്റെ കാതൽ ഞാൻ അതിന്റെ വശത്തിലേക്ക് വരികയാണ്. നമ്മളിപ്പോ ഈ ആധാറും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട, ടിക്കറ്റും വേണ്ട, വിസയും വേണ്ട. നമ്മൾ ഇതിന്റെ അപ്പുറത്ത് എവിടാ? നേരെ ആലപ്പുഴയോ കൊല്ലത്തൊക്കെ ചെന്നിട്ട് ഈ കടലിനപ്പുറത്താണ് ഈ പറഞ്ഞ കുവൈറ്റും ദുബായ് UAE ഒക്കെ അവിടെ. അപ്പോ ചാടുക, നീന്തുക, അങ്ങ് പോവുക. എങ്ങോട്ട്? ഇത് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നീന്തിയാൽ ചെല്ലുകയില്ലേ? നീന്തിയാൽ ചെല്ലുകയില്ലേ? കുസൃതി ചോദ്യമാണ്. ഉത്തരം നീന്തിയാൽ ചെല്ലും. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ആരെങ്കിലും നീന്തി കുവൈറ്റും ദുബായും പോകാറുണ്ടോ? ഇല്ല. പോകാൻ പറ്റുമോ? ഇതാണ് മക്കളെ ന്യായപ്രമാണം. ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ പോകാമല്ലേ? പോവാം. അങ്ങനെ ആരെങ്കിലും ആചരിച്ച് പോയിട്ടുണ്ടോ? ഇല്ല. അബ്രഹാം മുതൽ വിശ്വാസ വീരന്മാരായ ഒത്തിരി പട്ടിക ഉണ്ടല്ലോ. അവർക്കൊക്കെ ന്യായപ്രമാണമാണല്ലോ. ഇത് ആചരിച്ച പോകാമല്ലേ? പോകാം. അങ്ങനെ ആരും പോയിട്ടുണ്ടോ? ഇല്ല. ഈ പ്രമാണം കൊടുത്ത ദൈവത്തിന് തന്നെ മനസ്സിലായി ഇത് കൃപയുടെ പ്രമാണം വരുന്നവരെ പിടിച്ചു നിൽക്കാൻ കൊടുത്ത താൽക്കാലിക സംവിധാനമാണ്. അതാ റോമാലേഖനതയും പറഞ്ഞു, ഞാൻ കാര്യപരിപാടിക്ക് മാറ്റം വരുത്തുന്നു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ഞാൻ വരുത്തിയ സൊല്യൂഷൻ പരിഹാരമാണ്. സ്വന്തം പുത്രനെ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ച് മനുഷ്യന് പറ്റാത്തൊരു ജീവിതം യേശു കുരിശിൽ മരിച്ച് അടിമകളായ മനുഷ്യവർഗത്തെ വിമോചിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് കാൽവറിയിലെ ക്രൂശ്. ആ യേശുവിന്റെ യാഗത്താൽ നമ്മൾ എന്നേക്കും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. 10-ാം അധ്യായം മറിച്ചില്ലല്ലോ. 11-ാമത്തെ വാക്യം എബ്രായർ. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പുരോഹിതനും ഇങ്ങോട്ട് നോക്കിക്കേ. അതൊക്കെ ഉണ്ടെന്ന് ബൈബിളിൽ, അതൊക്കെ ഉണ്ടെന്ന് ഒരാൾ വായിച്ചല്ലോ. നിങ്ങൾ നോക്കുന്ന വാക്യം വായിച്ചു, അത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ട്. വിശ്വാസത്തോടെ സ്വത്രം പറ. ഉണ്ട്, അവിടെ ഉണ്ട്. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ, വല്ല വ്യത്യാസമുണ്ടോ? കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അതാ എനിക്ക് വേണ്ടിയ വാക്ക്. എന്തോ ചെയ്യുന്നു? ഈ നിൽക്കുന്ന കാര്യം എന്താ? ഞാനിപ്പോ എന്തോ നിൽക്കുന്നേ? എനിക്കൊരു പണിയുണ്ട്, അതുകൊണ്ട് നിൽക്കുന്നു. ഷൈജു സാറിന് എന്താ പോയിരിക്കുന്നേ? പുള്ളിയുടെ പണി കഴിഞ്ഞു, അതുകൊണ്ട് പോയിരിക്കുന്നു. കണ്ടിരിക്കുന്നു. പ്രിൻസിപ്പാൾ സാർ എന്താ അവിടെ പോയിരിക്കുന്നത്? ഇന്നലെ ആയിരുന്നു പുള്ളിയുടെ പണി, അത് കഴിഞ്ഞ് പുള്ളിയാണ് പോയിരിക്കുന്നത്. എന്റെ പണി 9 മണിക്ക് ഞാനും പോയിരിക്കും. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും കാണുമോ? അപ്പൊ പഴയമത്തിലെ മഹാപുരോഹിതൻ നിൽക്കുന്നു പറഞ്ഞാൽ പല കാര്യം. ഒന്ന്, സമാഗമന കൂടാരത്തിൽ ഇരിപ്പിടമില്ല.
രണ്ട്, ഈ നിൽക്കുന്ന ആളുകൾക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ പോയി ഇരിക്കും, സമാധാനത്തിന് പോയി ഇരിക്കും. അന്നും ഇന്നും ആലയത്തിൽ നിൽക്കുന്ന ഈ ജനകോടികളുടെ പ്രശ്നങ്ങൾ, പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു പഠിപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ ഇങ്ങനെ നിൽക്കുകയാണ് കുറെ ആളുകൾ. അടുത്ത വാക്യം വായിച്ച്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്, കൂടെ യാഗമില്ല, ക്രൂശിൽ ഒറ്റ യാഗം നടത്തിയിട്ട്, ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പണി കഴിഞ്ഞു, പരിഹാരം വരുത്തി കഴിഞ്ഞു. 2000 കൊല്ലമായി ഇവിടെ നിൽക്കുന്ന ന്യായപ്രമാണത്തിന്റെ പുരോഹിതന്മാരോട് വചനം പറയുകയാണ്, നിങ്ങളുടെ മതത്തിന്റെ ആചാരത്തിൽ നിന്നും ആ കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങൾ നിൽക്കുന്ന എന്ത് കാര്യത്തിനാണോ ആ കാര്യം 2000 കൊല്ലം മുൻപ് യേശു പരിഹരിച്ചും പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. യേശു ഇരിക്കുന്ന കാര്യത്തിനാണ് ഇവിടെ മതങ്ങൾ നിൽക്കുന്നത്. ഈ ഏടാകൂടത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ ദൈവത്തിന് രാജ്യത്തിലാക്കിയ ദൈവത്തെ വചനമറിയുന്ന ദൈവമക്കൾ, വിടിവിക്കപ്പെട്ടവർ കരമൊന്ന് ചേർപ്പടിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കണം. യേശുവിന്റെ ക്രൂശ് നിന്നെ വിടിവിച്ചിരുത്തിയിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞാ നമ്മളെ കൊണ്ടു കിടക്കുന്നില്ലേ? നമ്മൾ എന്നേക്കും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അച്ഛാ, ഇനിയപ്പോ പാപി എന്ന് പറയാൻ മേലെ എന്തോ തന്നെ പറയണം? പാപമൊക്കെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം നിർത്താം. വറചട്ടിയിൽ നിന്ന് വാരി കൊണ്ടുവന്ന പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ അതിനെതിരെ വിപ്ലവത്തിന്റെ വിത്തുപാകിയ വിപ്ലവ നായകനാണ് വിൽബർ ഫോഴ്സ്. അടിമക്കച്ചവടം നിർത്തലാക്കുവാൻ രംഗത്തിറങ്ങിയ ആൾ. ആ നിയമം അമേരിക്കൻ പാർലമെന്റിൽ പാസാക്കിയെടുത്തത് അന്നും ഇന്നും അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. നിയമം പാസായി, പടക്കം പൊട്ടി, സൈറൺ മുഴക്കി കമ്പനികളിൽ, ആളുകൾ ജോലി നിർത്തി. എന്താ കാര്യം? അടിമക്കച്ചവടം നിർത്തലാക്കിയിരിക്കുന്നു. ബാനറുകൾ പൊങ്ങി, അനൗൺസ്മെന്റുകൾ ചീറിപ്പാഞ്ഞു, ആളുകൾ കമ്പനിയിൽ നിന്ന് റോട്ടിലോട്ടിറങ്ങി. മുദ്രാവാക്യം എബ്രഹാം ലിങ്കൺ നീണാൾ വാഴട്ടെ. പക്ഷെ അമേരിക്കയിൽ ഇപ്പോഴും അടിമകളൊക്കെ ഉണ്ട്. അവിടെ തന്നെ എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും മനുഷ്യനും പാപത്തിനും അടിമകൾ ഇപ്പോഴും ഉണ്ട്. അതിനർത്ഥം അടിമക്കച്ചവടം നിർത്തലാക്കാത്തത് കൊണ്ടല്ല, നിർത്തലാക്കിയത് ആവേശത്തോടെ സ്വീകരിക്കാനും അതിനുവേണ്ടി ചങ്കുറപ്പോടെ പ്രതികരിക്കാനും പറ്റാത്തവർ അന്നും ഇന്നും അടിമകളാണ്. 2000 വർഷം മുൻപ് പിശാചിന്റെ അടിമ നുകത്തിൽ നിന്ന്, മതത്തിന്റെ ആചാരത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ നമ്മെ വിടുവിച്ചിരിക്കുന്നു എന്ന ബാനറാണ് ഇന്നലെയും ഇന്നും ഇവിടെ ഉയർന്ന ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ. ആ അനൗൺസ്മെന്റ് ആണ് ഇന്നലെ പ്രിൻസ് പാസ്റ്ററും ഇന്ന് ഞാനും ഷൈജു ബ്രദറും സ്നേഹിതരും ഇന്നലെയും ഇന്നുമായി ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന അനൗൺസ്മെന്റ് ആണ്. അത് വായിച്ചവരും വിശ്വസിച്ചവരുമാണ് ഈ ലോകത്തിന്റെ തെരുവീതിയിലേക്ക് ഇറങ്ങിയിട്ട് യേശുവിന് സ്തുതിയും ഹല്ലേലൂയയും പാടുന്നത്. അത് ഇന്നും വെളിപ്പെട്ട് കിട്ടാത്തവരാണ് ഞാൻ ഭാവി എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നത്. തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിക്കേണ്ടതിന് നിന്റെ കണ്ണ് മൂടിക്കെട്ടിയ പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ തേജസ്സുള്ള സുവിശേഷം ഈ ദേശത്ത് അത് വ്യാപരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. യേശുവിന്റെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റും വായിച്ചു. എന്താണ്? സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പ്രവചനങ്ങൾ നിവൃത്തിയായി. ഭൂമിയിലേക്ക് നോക്കി പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിച്ചു. ഇനിയൊരു സ്വത്രം പറഞ്ഞാട്ട്. 3ാമത്തേത്, പിശാചിന്റെ മുഖത്ത് നോക്കി കർത്താവ് എന്തോ പറഞ്ഞു?
ഞാൻ മരണാധികാരം മറിച്ചിട്ടു. ബാക്കി ഇഷ്ടം ഞാൻ ആദ്യം പറഞ്ഞു. മക്കൾ ജഡരക്തങ്ങളോട് എബ്രായർ 2:13. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഒരു നല്ല വിഷയമാ. ആദ്യം തന്നെ പറയട്ടെ, ഈ പിശാചിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ തല തല്ലിപ്പൊട്ടിച്ചു എന്നല്ല. ആണോ? ആ, ചിലർ വിചാരിച്ചിരിക്കുന്നത് പിശാചിനിപ്പോ തലയില്ലെന്ന്. അതിനർത്ഥം നിങ്ങൾക്ക് തലയില്ലെന്ന. ആ പുള്ളിക്ക് തലയൊക്കെ ഉണ്ട്. വെളിപ്പാട് 13 അപ്പോൾ 7 തലയും 10 കൊമ്പും ഇല്ലേ? നമുക്കെത്ര തലയുണ്ട്? ആ പുള്ളിക്ക് ഇപ്പൊ എത്രയുണ്ട്? അതുകൊണ്ട് ഇതൊന്നും നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്ന കാര്യങ്ങളല്ല മക്കളെ. ആവശ്യമില്ലാതെ നിങ്ങൾ ഈ പിശാചിന്റെ പുറകെ നടന്ന് തുപ്പലും. ഞാൻ പറഞ്ഞു, ഇത്രയും കൊല്ലം തുപ്പിയ തുപ്പലം 5.25 കിലോ. ഇന്ന് വരെ ഈ പുള്ളി പോയിട്ടുമില്ല. പുള്ളി പോവോ? അതെങ്ങനെ പുള്ളി പോകുന്നു? ചിലർക്ക് പുള്ളി പോകുമെന്ന് വെച്ചാൽ പോകും കേട്ടോ, അത് പറയാം. എവിടെന്നാ പോകുന്ന പറയാം. ചിലക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്നൊക്കെ പുള്ളി ഓടിക്കുന്നവരുണ്ട്. അയ്യോ, ഭയങ്കര ഇതാണ്. നിന്നെ ഈ കോർപ്പറേഷനിൽ ചുമ്മാ നനഞ്ഞ പടക്കാവന്നി അതൊക്കെ അങ്ങനെയൊന്നും വചനത്തിലില്ല. ഈ പുള്ളിയെ പിടിച്ചു കെട്ടാൻ ആർക്കേ അധികാരമുള്ളൂ? യേശുവിന്. യേശുവിന് ഭരിക്കാൻ വരുമ്പോൾ അവനെ പിടിച്ചിട്ട് 1000 വട്ടം ചങ്ങലയിട്ട് പൂട്ടും. അതിനുമ്പോ നമുക്ക് പൂട്ടാനും നോക്കുകയില്ല. എന്താ കാരണമൊന്നുമല്ല അറിയാമോ? ഈ നാടൊക്കെ പുള്ളിയുടെ. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെയല്ലേ? അല്ലേ? ആണോന്ന് എനിക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാടുന്ന പാട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇതാണ് നമ്മൾ പാടുന്നത് എന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. ഇറാനിൽ നിന്ന് മറ്റേ പുള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞ പിന്നെ നമുക്ക് പണിയില്ലെന്നാ. ഈ പുള്ളി ഇവിടെ ഉണ്ടെങ്കിലേ നമുക്കും ഒരു അതാ അച്ഛനെ ഞാൻ കൊണ്ടുപോകുന്നു. നമുക്കൊരു ഇതുള്ളൂ. ഇതുള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തോ ദൈവമക്കളെ, നീ എവിടൊക്കെ കറങ്ങിയേച്ചാളാ വരുന്നേ? അത് മൊത്തം കറങ്ങി. ഊസ് ദേശം മൊത്തം ഊരിയിറ്റി. ഇയ്യോബിന്റെ വീടോ കയറാൻ പറ്റിയില്ല. ഒരു സ്വത്രം പറഞ്ഞിട്ട് കണ്ടോ? റാന്നിയും കോന്നിയൊന്നും പുള്ളി വിട്ടുപോകത്തില്ലെങ്കിലും ഇവിടെയൊക്കെ വീടിന് വരും പരദേശവാസം പോലെ, റെന്റ് ഹൗസ് പോലെ കണ്ട് ജീവിക്കുന്ന കുറെ ദൈവമക്കളുണ്ട്. അവിടെ നീ കയറണമെങ്കിൽ പത്രോസേ, നിന്നെ പാറ്റാൻ ചോദിച്ചു, കൊടുത്തില്ല ഞാൻ. ഇയ്യോബിനെ പാറ്റാൻ വിട്ടുകൊടുത്ത അതേ ദൈവം തന്നെയാണ് പത്രോസിനെ കൊടുക്കാതിരുന്നത്. ആരെ വിട്ടുകൊടുക്കണമെന്നും ആരെ കൊടുക്കണമെന്നും കർത്താവിന് അറിയാമെന്ന്. കേരളം വിട്ടും ഡിസ്ട്രിക്ട് വിട്ടും പോകത്തില്ലെങ്കിലും നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ, നിന്റെ വണ്ടിയെ തൊടണമെങ്കിൽ, നിന്റെ തലമുറയെ തൊടണമെങ്കിൽ എന്റെ നമ്പരാന്റെ പെർമിഷൻ കൂടാതെ ഒക്കപ്പില്ലെന്നായി പറഞ്ഞത്. ഞാൻ അവനിലും പിന്നെ അർത്ഥം ചുമ്മാ കരിക്കട്ട കൈ കൊണ്ട് പിടിച്ചേച്ചല്ലേ കൊല്ലൻ ഊലയിലേക്ക് ഇടുന്നേ. അതെന്നാ വിലയുണ്ട്? ഒരു വിലയില്ല. ഇടത്തേക്കുണ്ട് ഊലയിഞ്ഞോട്ട് പിടിച്ച് ഊതിക്കഴിഞ്ഞാൽ ഈ കീറുന്ന കയറ്റം കണ്ടോളണം. കരിവിട്ടിക്ക് കരി ഓയിലടിച്ച പോലെ കരിവണ്ട് പോലെ ഇരിക്കുന്ന കരിക്കട്ടയ്ക്കകത്തോട്ട് തീ അങ്ങോട്ട് കയറിക്കഴിയുമ്പോഴാണ് ഞാൻ അവനിലും അവൻ എന്നിലും.
ഇനി തൊടണമെങ്കിൽ പുളിക്കും. എടുത്തിട്ട കൊല്ലന് പോലും തൊടാൻ ഒക്കുകയില്ല. ഇനി തൊടണമെങ്കിൽ കൊടിലുകൊണ്ടേ പറ്റത്തുള്ളെന്ന് പരിശുദ്ധാത്മാവും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും യേശുക്രിസ്തുവിന്റെ പ്രസസ്സും ദൈവത്തിന്റെ മഹത്വവും എല്ലാം ഈ മൺകൂടാരത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ പാറ്റണമെങ്കിൽ, നിന്നെ പൊടണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ പെർമിഷൻ കൂടാതെ പറ്റത്തില്ലെന്നായി പറഞ്ഞത്. ചൂളയ്ക്ക് വെക്കുന്ന ഇഷ്ടിക രാവിലെ ആർക്കും ചവിട്ടാം. വൈകിട്ട് വരുമ്പം അതിന്റെ കളർ കണ്ടിട്ടുണ്ടോ? തീ കയറി കഴിയുമ്പോ പിന്നെ മണ്ണിന്റെ നിറമല്ല, വേറെ ഒരു ചുവപ്പ് നിറമാണ്. നമ്മുടെയൊക്കെ മണ്ണ് മാറ്റി നമ്മുടെ അകത്ത് ഈ നിറം തന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകരുത്. ഉൽപ്പത്തിയിലേക്ക് വരാം. 8:45 ഭാഷ എവിടെ പോവുക? ഉൽപ്പത്തി. പിന്നെ വെളിപ്പാടിലെത്തുമ്പോ എപ്പോഴാണാവോ എന്നും പറഞ്ഞ് പുറകോട്ട് നോക്കി ഭാര്യയോട് ഒന്നും കാണിക്കരുത്, ആണ്ട് പെട്ടെന്ന് ഉൽപ്പത്തിന്ന് ഞാൻ അവിടെ വരും, ക്രൂശിൽ വന്ന് നിർത്തും. ദൈവം ശാപകരമായ വാക്ക് പറയുന്ന കണ്ടോളണം 4 പേരോട്. ആദാമേ, മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. പെങ്കൊച്ചെ, വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭൂമിയോട് മുള്ളും പറക്കാരയും നിന്നിൽ നിന്ന് മുളയ്ക്കും. പാമ്പിനോട് ഉരസ കൊണ്ട് ഗമിച്ച ഭൂമിയിലെ പൊടി നിനക്ക് ആഹാരം. 4 കൂടെ അങ്ങനെ ഞെട്ടി നിൽക്കുക. ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വിയർക്കുന്ന എന്താ കാര്യം? പണിയെടുക്കുക. അതുകൊണ്ടാ യേശു ക്രൂശിൽ മരിച്ചുകൊണ്ട് വിയർക്കില്ലെന്ന് അറിയാൻ പറ്റും. ആധാരമേ കഴിഞ്ഞിട്ടുള്ളൂ, പോക്കുവരവ് നടന്നിട്ടില്ല. പോക്കുവരവും കൂടെ കഴിയുമ്പോഴേ ക്രയവിക്രയം ചെയ്യാൻ പറ്റൂ. ആധാരം കഴിഞ്ഞു. സ്ത്രീകൾക്ക് പ്രസവവേദന ഇല്ലേ? ഇല്ലേ? ഞാൻ വിചാരിച്ചു ഇരിപ്പ് കണ്ടപ്പം. ഇന്നത്തെ കാലത്ത് ചിലപ്പോ കാണത്തില്ല. കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പണ്ട് പേര്, ഇപ്പൊ കീറ്. അത് അതിനേക്കാൾ വലിയ വേദന മക്കളെ. പാമ്പ് പുതുമഴ പെയ്താൽ ഈ പുള്ളിയെല്ലാം റോട്ടിക്കാണ്. പൊടി തിന്നാൻ പറ്റുന്നതാ. ഈ പൊടി കൊണ്ടല്ലേ നമ്മളെ ഉണ്ടാക്കിയേ. അപ്പൊ നമ്മളെ പുറകെ ഈ പുള്ളി എപ്പോഴും ഉണ്ടെന്നേ, ചാകുന്നവരെ കാണുമെന്നേ. അത് നടന്നോട്ടെ, പുള്ളി അതൊന്നും ആവശ്യമില്ലാതെ കയറത്തില്ലെന്നേ. ഭൂമിയോട് മുള്ളും പറക്കാരെയും കണ്ണും കൈക്കോട്ടും എത്താത്ത സ്ഥലത്തെല്ലാം മുള്ളും പറക്കാരെ ഉണ്ടാവൂലേ? നമ്മളെ വളമിടുന്നത് എങ്ങെപ്പോലും മച്ചിങ്ങ പോലും ഉണ്ടാവുന്നില്ല. പക്ഷെ വളമിടാത്ത സ്ഥലത്തെല്ലാം പുല്ലിങ്ങനെ. എല്ലാ കാര്യം ഈ ശാപത്തിന്റെ ഫലമാണ്. ഭൂമിയൊക്കെ മായയ്ക്ക് കീഴ്പ്പെട്ടിങ്ങനെ ഇരിക്കുക. മനഃപൂർവ്വമായിട്ടല്ല, അങ്ങനെ ആക്കി കൊടുത്തവന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ 4 കൂടെ ഞെട്ടി നിൽക്കുമ്പോൾ ദൈവം പറയാ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലതകർ. അപ്പൊ ഈ പിശാച് അത് ശരി. അപ്പൊ സ്ത്രീയുടെ സന്തതി ഇങ്ങനെ ഒരു കഥ പോലെ പറയാണ് കേട്ടോ. അപ്പൊ എന്റെ ചിന്തയാണ് ഇനി, അന്ന് മുതൽ ഇവനിങ്ങനെ ഈ സ്ത്രീയുടെ പുറകെ നടക്കുക. ആര്? ഈ കുട്ടി പിശാച്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയമത്തിൽ മര്യാദയ്ക്ക് പാട്ടും പാടി പ്രാർത്ഥിച്ച ഒറ്റ സ്ത്രീകളും പ്രസവിച്ചിരുന്നില്ല. അല്ലാത്തതിനൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറാക്ക് പിള്ളേരുണ്ടോ? ഇസ്ഹാക്കിന്റെ ഭാര്യ, യാക്കോബിന്റെ ഭാര്യ, ലേയുടെ ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാ? അതിന്റെ ആര്യെ പറയുന്നു. സ്ഥിരമായി പള്ളി പോകുന്ന ഹന്നയ്ക്കുണ്ടോ? പള്ളി പോകാത്ത പെരിനയ്ക്കോ? ദൈവമേ, അത് ആണ്ടുതോറും ബലം കായ്ക്കും. അഹ്റോന്റെ കൂറിന്റെ ക്രമപ്രകാരം കൃത്യമായി ധൂമം കട്ടുന്ന സക്കറിയാവിന്റെ ഭാര്യ എലിസബത്തിനുണ്ടോ? പിന്നീട് അതെല്ലാം ഉണ്ടായി. ശ്രദ്ധിച്ചോളൂ, യഹോവ യുദ്ധതന്ത്രജ്ഞനാ. ഇവൻ ഇവിടെ എല്ലാം പുറകെ നടക്കുമെന്ന് ആർക്കറിയാച്ചാ? ഇവനെ ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ ഗതി മാറ്റി ഒന്ന് ടേൺ ചെയ്യിപ്പിച്ച് സ്ത്രീയുടെ നടത്തുക. യേശു ജനിക്കുന്ന കാലമായപ്പം 6 മാസം മുൻപ് എലിസബത്തിന്റെ അകത്ത് യേശുവിനെ വഴിയൊരുക്കാനുള്ള ശക്തി യോഹന്നാനെ കൊടുത്തു. യോഹന്നാനെ കൊടുത്ത അന്ന് മുതൽ സക്കറിയാവ് മിണ്ടിയിട്ടുമില്ല. എലിസബത്തിന് മിണ്ടണമെന്നുണ്ട്. റാന്നി മുഴുവൻ മൈക്ക് സെറ്റ് വെച്ച് കെട്ടി, എനിക്ക് വിശേഷമുണ്ട്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ ചോദിക്കും ഇതിന്റെ ഉടമസ്ഥൻ ആരാന്ന്. കാരണം ഈ പുള്ളി മിണ്ടിയിട്ടില്ല ഇതുവരെ.
അത് കാരണം എലിസബത്തിന്റെ മിണ്ടാട്ടവും മുട്ടി. രണ്ടുപേരും മിണ്ടാതെ ഈ വിശേഷം കൊണ്ട് നടന്നപ്പോ ഇവന് മനസ്സിലായി ഇവനായിരിക്കും എന്റെ തല എടുക്കാൻ. ഇവിടെ യുദ്ധതന്ത്രം. എലിസബത്തിന്റെ പുറകെ ഇവനെ നടത്തി നടത്തി ഇങ്ങനെ നടക്കുമ്പം യുഗപ്രഭാവ വീരനായി ലോകരക്ഷിതാവിനെ അമ്മ മറിയത്തിന്റെ അകത്ത് ദൈവം കൊടുത്തു. ഇതെന്നെ പുറകെ നടക്കുന്നതാണ്, ഇതിനെ അവൻ കണ്ണിപ്പെട്ടില്ലെന്ന്. പിന്നെ വിദ്വാൻമാരൊക്കെ ചെന്ന് ചോദിച്ചു, യഹൂദന്മാർ രാജാവ് ഇപ്പറത്തവൻ? അപ്പോഴൊക്കെ രാജാക്കന്മാരൊക്കെ അറിഞ്ഞു കാണും. 2.5 വയസ്സ് താഴെ കൊന്നു കളഞ്ഞു. എനിക്കിന്നിങ്ങനെ ഭയങ്കര ഇഷ്ടമായി ഈ കാര്യമൊക്കെ, യേശുവിന്റെ ദൈവം സംരക്ഷിച്ച കാര്യം. അപ്പൊ ഈ കുമ്പഴ ഉപ്പൻചാക്കിന്റെ പുറത്ത് പിശാചങ്ങനെ ഇരിക്കുക. ഈ പള്ളിക്കൂടത്തിൽ പോകുന്ന കൂട്ടത്തിലെങ്ങാനും ആരെങ്കിലും യേശു എങ്ങാനും ഉണ്ടോന്നറിയാൻ. അപ്പൊ ദൈവം ചെയ്ത കാര്യം കേൾക്കണോ? യേശുവിനെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ടില്ല. അവൻ വിദ്യാഭ്യാസം, ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കാലമാണത്. പൗലോസൊക്കെ ഗമാലിയലിന്റെ കാൽ കീഴിൽ, അങ്ങനല്ലേ? ഇങ്ങനെ യേശു പള്ളിക്കൂടത്തിൽ പോകാത്ത? അതിന് ഞാൻ പറഞ്ഞ മറുപടി എന്നാണ്. അവിടെ ചെന്നുള്ള പ്രശ്നം എന്നറിയുമ്പോ പള്ളിക്കൂടവും വിദ്യാഭ്യാസം മോശമായതുകൊണ്ടൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോ യേശു ആരാ? കൊച്ചാരാ? യേശു. അമ്മയുടെ പേര് അറിയാം, അപ്പന്റെ പേര് സ്വർഗസ്വനായ പിതാവ്. അപ്പന്റെ പേര് സ്വർഗസ്വനായ പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാലം അഡ്മിഷൻ കിട്ടുമോ? പിന്നെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് പറയണം? യോസേഫ്. അത് യേശുവിനെ കൊന്നാ പറയൂ. അപ്പൊ പിന്നെ ഈ സങ്കടത്തിന് പോകാതിരുന്നാൽ മതിയല്ലോ. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ യേശുവിനെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരധ്യാപകനും ഇതുവരെ ലോക ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല. നീ എത്ര PhD ആണെങ്കിലും അവിടെ ഇരിക്കണം, ആ പാദപീഠത്തിൽ. അതാണ് അതിന്റെ അർത്ഥം. 30ാമത്തെ വയസ്സ് വരെ ഈ പുള്ളിങ്ങനെ ഇരിക്കുക. യേശു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഭാവനയാ ഭാവന. അങ്ങനെ ബൈബിളിലൊന്നുമില്ല. നമുക്ക് നല്ല കാര്യം ഭാവന കാണത്തില്ലയോ മോനെ? പിന്നല്ല. ശിവനിവനെങ്ങനെ നോക്കുമ്പം 12ാമത്തെ ആലയത്തിനകത്ത് ഉപദേശിമാരെയൊക്കെ പരീക്ഷമാരെയൊക്കെ തകടം മറിക്കുന്ന നോട്ടം വെച്ചെങ്കിലും പിടിതരുന്നില്ല യേശു. പൂച്ചക്കൻ ഓളറ്റം മുടി കയ്യിൽ എപ്പോ നോക്കിയാലും ഒരു പെരുങ്കായത്തിന്റെ സഞ്ചി കണക്കൊരു സഞ്ചി. ഇതെന്നാ തന്നെ ഞാനറിയാതെ വല്ല ന്യായപ്രമാണ ചുരുളും പഠിക്കാൻ പോണോതാണോ എന്നറിയാൻ ഒരിക്കൽ ഈ കുട്ടിപ്പിശാചി സഞ്ചി ഇങ്ങനെ വിടർത്തി നോക്കിയപ്പോ സമാധാനമായി. ന്യായപ്രമാണമൊന്നും അതിനകത്തില്ലെന്നേ. 2 വീതുളി, ഒരു കൊട്ടുപടി, ഒരു മുഴക്കോല്. മനസ്സിലായി ഇവനാരാ? തച്ചൻ. തച്ചൻ. ഞാൻ വെറുതെ ഈ പയ്യനെ സംശയിച്ചു. സത്യം തച്ചനാണ് മക്കളെ. യേശു തച്ചനാ. 2-3 മീറ്റർ മാത്രം നീളം വരുന്ന മരമുട്ടിയുടെ മുൻപിൽ കയറിയിരുന്ന് ചെറിയൊരു ചിന്തേറുകൊണ്ട് ചിന്തിച്ച് പിടിച്ചു വലിച്ച് നിന്റെ മരത്തിന്റെ വളവ് മാത്രം നിവർത്തുന്ന ഒരു മരാശാരി മാത്രമല്ല യേശു. ലോകം തള്ളിക്കളഞ്ഞതിനെ പണിയാൻ കഴിയുന്ന, ഈ പഞ്ചായത്ത് തള്ളിക്കളഞ്ഞതിനെ ഉടച്ചു വാർക്കാൻ കഴിയുന്ന, ഇവിടുത്തെ കരിങ്കൽ ഭിത്തികൾക്കും കാക്കി നിയമങ്ങൾക്കും കരിനിയമങ്ങൾക്കും പണിയാൻ കഴിയാത്തവരെ പണിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ പെരുന്തച്ഛനായ ശില്പിയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ എന്നെ പണിതത്, ഷൈജുവിനെ പണിതത് ഈ യേശുവാണെന്ന് നെഞ്ചിൽ കൈവച്ച് എന്നെ പണിത യേശുവാണെന്ന് പറയാൻ തന്റേടമുള്ളവർ ആ കരമൊന്ന് ചേർപ്പടിച്ച് ഈ ദേശം കേൾക്കട്ടെ. യേശു രൂപാന്തരത്തിന്റെ ദൈവമാണ് എന്ന് കേൾക്കണം. മുപ്പതാമത്തെ വയസ്സ്. എത്ര വയസ്സ്? കർത്താവിന് വലിയൊരു കിരീടം അവന്റെ ഭാഗത്തിന്. അപ്പൊ പിശാച് ഓടിച്ചെന്നു. നോക്കിയപ്പോ ആരെ കണ്ടു? യോഹൻ. ഇതൊന്നും സെറ്റ് കൺഫ്യൂഷൻ. എന്തോ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നേ? കൺഫ്യൂഷൻ. ഈ നമ്മളെ വട്ടം കറക്കുന്നവനാണ് ആര്? പിശാച്. അവനെ വട്ടം കറക്കുന്നവനാണ് ആര്? യേശു. അതൊന്ന് പഠിച്ചോളാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിശാചിനെ ഓടിച്ചെന്ന് നോക്കിയപ്പോ യോഹന്നാൻ പറയുകയാണ്. അപ്പം നോക്കുമ്പം ഇവന് ഭയങ്കര ആള്. അപ്പൊ യോഹന്നാന്റെ ചോദിച്ചു, ഇവനാണല്ലേ അപ്പോ എന്റെ തല? അവന്റെ രൂപവും മറ്റും ഭാവവും കണ്ടാൽ അവൻ പിശാചിന്റെ തല എടുത്തിരിക്കും. ആ സ്റ്റൈലാ പുള്ളിക്ക്. കാരണം ഞാനൊക്കെ വന്നിട്ട് മര്യാദയോടുകൂടിയ ബഹുമാനപ്പെട്ട പ്രിൻസ് പാസ്റ്ററുടെ ഇല്ലേലും സ്വന്തം പറഞ്ഞു തുടങ്ങിയത്. ആ പുള്ളി അങ്ങനെയാണോ? സർപ്പസന്തതികളെ നിങ്ങളോട് ആര് പറഞ്ഞു യോത്തിന് വരാൻ? ആരാ ചോദിക്കുന്നത്? പിന്നെ ആരെങ്കിലും വരും യോത്തിന്? ആ ശൈലി കണ്ടപ്പം പിശാചി വിചാരിച്ചു ഇവനായിരിക്കും എന്റെ തലയെടുക്കാൻ വന്നവൻ. അപ്പൊ പ്രസംഗം ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെപ്പോലെ കോട്ടുമായിട്ടിരിക്കുകയല്ല.
അന്നേരം ഈ യോഹന്നാൻ പറയാ, എന്റെ പിന്നാലെ അവൻ എന്നേക്കാൾ അവന്റെ ചെരുപ്പിന്റെ വറവിപ്പാൻ ചടപടാന്ന് പറയുന്നത്. വീശുമുറം അവൻ കളത്തെ മുറ്റും പതിര് കെടാത്തതിൽ പഠിച്ചാലല്ലേ പറയുള്ളൂ ഇല്ലേ. അപ്പവും പറഞ്ഞു, നീ അല്ലേ വലിയവൻ, നീ പറയുന്ന വേറെ ആരോ എന്ന് അവനൊന്ന് കാണണമല്ലോ. യോഹന്നാൻ 1:29. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ. അപ്പൊ പുള്ളിയൊക്കെ ചൊറിഞ്ഞു, അത് ശരി, പെരുങ്കായത്തിന്റെ സഞ്ചയം കൊണ്ട് നടന്ന് നീ എന്നെ പറ്റിക്കരുതല്ലേ, നീയാണല്ലേ ഈ ലോകത്തിന്റെ പാപം ചുമന്ന്, നീയാണെന്റെ തലയെടുക്കാൻ വരുന്നവൻ. അപ്പൊ യേശു പറയുക, ഇവനെ വട്ടം കറക്കട്ടെ, യേശു പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ ഈ നിൽക്കുന്ന യോഹന്നാനേക്കാൾ വലിയവൻ. കൺഫ്യൂഷൻ അവിടെ ആരംഭിച്ചു. ആർക്ക്? പിശാച് പറയാ, ഞാൻ വിചാരിച്ചു നീയാ വലിയവൻ. അപ്പൊ നീ പറഞ്ഞു ഇവനാ വലിയവൻ. ഇവൻ വന്നപ്പോ പറയുന്നു നീയാ വലിയവൻ. അപ്പൊ യോഹന്നാൻ പറയാം, ഞാനെങ്ങനെ സ്നാനപ്പെടുത്തിയെന്നുള്ളൂ, ഈ എന്റെ സ്നാനം നിന്റെ കൈ കൊണ്ട്. അപ്പൊ ആരാ വലിയവൻ? യേശു. അപ്പൊ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്ക. എങ്ങനെ സകലം ചെയ്യും? സത്യം പറഞ്ഞ ഒരു പാരസെറ്റമോളിനെ കുടിച്ച് കഴിക്കാൻ തോന്നി ആർക്ക്? ഇത്രയും തലവൻ, ആരാ വലിയവൻ അറിഞ്ഞിട്ട് വേണ്ട ഇടംകാലം വെച്ചെങ്കിലും ഒന്ന് വീഴിക്കാൻ. ഇവൻ പറയും അവനാ വലിയ, അവൻ പറയും കണ്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചോ നെഞ്ചിൽ കൈവച്ച്, നിന്റെ തലയെടുക്കുമെന്ന് വെല്ലുവിളിച്ചവന്റെ കണ്ണിൻ മുൻപിൽ കൂടെ അബദ്ധത്തിൽ ഒരു പ്രാവശ്യമല്ല 30 കൊല്ലം നടത്താൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, നിന്നെ പകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നവന്റെ മുൻപാകെ നിന്റെ കൺമണി പോലെ നടപ്പോൾ ഈ വർഷവും അടുത്ത വർഷവും നിന്റെ ജീവൻ എടുക്കുന്നവരെ ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി. അപ്പോഴും ആരാ വലിയവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, കൺഫ്യൂഷനാ. അല്ലെങ്കിൽ സ്നാനമൊക്കെ മുടക്കിയാനെ. നമ്മുടെ ആൾ ചോദിച്ചു, ഞാൻ സ്നാനപ്പെടാൻ പോവാ, ഉടനെ കൊച്ചപ്പനെതിര് വലിയ, അതുവരെ ആരും എതിരല്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിയുന്നവരെ യേശു വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പം യോഹന്നാൻ യേശുവിനെ മുക്കി. അപ്പൊ യേശു മുങ്ങി. അപ്പൊ പിശാചിന് മനസ്സിലായി, മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. നോക്കിച്ച് പറഞ്ഞു, അത് ശരി, നിന്റെ ഓട്ടകരോമോ വെട്ടുക, നീ കേറി വാ, ഇന്ന് നിന്നെ ഞാൻ. രണ്ടും കൂടി യേശു പൊങ്ങിയപ്പം പിതാവായ ദൈവം പറയാ, ഇനി ഞാനിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വിത്ത് പാകമായാൽ കൊയ്ത്ത് ഡിക്ലെയർ ചെയ്യണ്ടേ? നിലത്ത് വീട് ചാകാൻ വന്നവനല്ലേ യേശു. സമയമാകാതെ നിന്നിട്ടും നാഴിക വന്നെന്നും പറഞ്ഞ കാലെടുത്ത കല്യാണത്തിലേക്കൊക്കെ കാച്ചുകൂടെ വെച്ചവനല്ലേ യേശു. യേശു ജീവിക്കാൻ മരിക്കാൻ വന്നവനല്ലേ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അടുത്ത വാക്കെന്നാ? അവനിൽ നിന്നല്ല, അവരിൽ നിന്നല്ല, അവളിൽ നിന്ന് യേശു ജനിച്ചു. യേശു ജനിച്ചു. സ്ത്രീയുടെ സന്തത വരവ് കണ്ടോ നിങ്ങൾ? എന്നിട്ടും പിശാചിനോട് ഉറപ്പ് വന്നില്ല, ഇവൻ തന്നെയാണോ യേശു. നോക്ക് നിൽക്കുമ്പോൾ ട്രിനിറ്റി വെളിപ്പെടുന്ന കണ്ടോളണം. ഈ തൃത്വമൊന്നും യോഹന്നാൻ അറിയത്തില്ല. ആർക്കറിയാം? പിശാചിന് അറിയാമെന്ന്. ഈ പുള്ളി പണ്ട് അവിടുത്തെ ജോലിക്കാരനായിരുന്നു. പുള്ളി നോക്ക്, അന്നേരം മുകളിലൊരു ശബ്ദം, ഇവനെന്റെ പിതാവിന്റെ ശബ്ദം. പുത്രനാരെ എവിടെ നിൽക്കുന്നു? താഴെ ഒരാളുടെ കുറവും കൂടെ ഉണ്ട്. 3 പേരും കൂടെ ഒത്താലല്ലേ ട്രിനിറ്റി ആകത്തുള്ളൂ. അവനിങ്ങനെ നോക്കി നിൽക്കുക, ഒരാളിന് എവിടെ? അവന്റെ കൺഫ്യൂഷൻ തീർക്കാൻ മേഘപാളികളെ പിളർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വന്ന് ആവസിച്ചപ്പോഴാ ദൈവം പറഞ്ഞത്, കാലം കാത്തിരിക്കുന്ന യുഗപ്രഭാവ പുരുഷനാണിവൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീ. യേശു കയറി വന്നു. ജനത്തിന് പോകാം, യോഹന്നാനും പോകാം, നീ മാത്രം പോകാൻ പറയട്ടെ. ചില കാര്യം പറയാനുണ്ട്. 40 ദിവസം 3.5 കൊല്ലം കൂടെ ഞാൻ പാലസ്തീന്റെ മണ്ണിൽ കാണും. ഇടയ്ക്കെങ്ങാനും ഉടക്കാൻ വന്നാൽ സമയത്തിന് മുമ്പേ ഞാൻ നിന്നെ, അതായി എതിരാശിയുടെ കാലുകുത്തിയ പന്തിച്ച് മൂക്കും കുത്തിച്ചും സമയത്തിന് മുമ്പേ ഞങ്ങൾ എന്ത് ചെയ്യരുത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. 9 മണിയായി. എന്തോ അവസാനിപ്പിക്കണ്ടേ? ക്രൂശ്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പിശാച് വിചാരിച്ചു, ഇതുവരെ കിട്ടിയ പാപികളിൽ ഏറ്റവും വലിയ പാപിയെ കിട്ടി. ഡിക്ലറേഷനൊക്കെ ശരിയാണെങ്കിലും
അമ്മ മറിയത്തിന്റെ ഉള്ളിൽ ജനിച്ചത് കൊണ്ട് യോസേപ്പിന്റെ മകൻ, മറിയയുടെ മകൻ എന്ന് ലോകത്തെ കൊണ്ട് ദൈവം വിളിപ്പിച്ചത് കൊണ്ട് അവൻ വിചാരിച്ചു ഇവനും ജഡത്തിന്റെ സന്തതിയാണെന്ന്. പക്ഷേ ആദ്യജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന വാക്യമൊന്നും അന്നില്ലല്ലോ. അതൊരു മർമ്മമായി ദൈവം മറച്ചു വെച്ചു. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് 10,000 വട്ടം അവൻ പറഞ്ഞുകൊണ്ട് നടന്നു. നീയല്ലേ ആ നിയമം വെച്ചത്? ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകളെ നെറ്റിമേലും അവൻ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു. പാപത്തിന്റെ ശമ്പളം മരണം പ്ലസ് മരണാധികാരി ഞാൻ. നീ എന്ന് മരിക്കുന്നു നിന്നെ ഞാൻ ചങ്ങലയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നാണ് ഈ ന്യായവിധിക്ക് മാറ്റം വരുന്നത്? പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് അവന് കൊണ്ടുപോകാൻ അവകാശമുണ്ടെങ്കിൽ, അവന്റെ അധീനതയിൽ നിന്ന് ജനത്തെ വിടുവിക്കണമെങ്കിൽ പാപമില്ലാത്തവൻ ജനിക്കണം, പാപമില്ലാത്തവൻ ജീവിക്കണം, പാപികൾക്ക് വേണ്ടി പാപമില്ലാത്തവൻ മരിക്കണം. യേശുവിന്റെ ക്രൂശിലെ മരണം വന്നപ്പോ ദൈവം പറഞ്ഞു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും കയ്യെഴുത്ത് മായ്ച്ച ക്രൂശിൽ തറച്ച നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. ക്രൂശിൽ ഇവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ഫുൾ സ്റ്റോപ്പിന്റെ താഴെ ദൈവം സെമി കോളനാക്കിച്ച് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുവിൽ നിത്യജീവൻ തന്നെ. എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും മരിക്കും, ചെറിയവനാണേലും മരിക്കും. പക്ഷേ മരണത്തിനപ്പുറത്ത് മരണാധികാരത്തെ മറച്ചിട്ടവനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ തമ്പുരാൻ ഒരുക്കുന്ന രാജ്യത്തിൽ പോകാനൊക്കത്തുള്ളെന്ന്. സ്തോത്രം, സ്തോത്രം. നെഞ്ചിൽ കൈവച്ച് ചങ്കൂറ്റത്തോടെ ആർക്ക് പറയാം ഞാൻ മരിക്കത്തില്ലെന്ന്? വയനാടിന്റെ വിറങ്ങലിപ്പ് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആരും മരിക്കും, പ്രസംഗിക്കുന്ന ഞാനും മരിക്കും. രക്ഷിക്കപ്പെട്ടവർ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാശയോടെ പറഞ്ഞു നിർത്താം, ഞങ്ങൾക്കും മരണമുണ്ട്, നമുക്ക് ഉരുപൊട്ടൽ വന്നേക്കാം, വെള്ളപ്പൊക്കം വന്നേക്കാം. പക്ഷേ കണ്ടോ നിങ്ങൾ, സ്തേഫാനോസ് മരിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് നിന്നു. എഴുന്നേൽക്കാൻ അറക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാടും നിൽക്കാറില്ല. കുഞ്ഞാട് അറക്കപ്പെട്ടാൽ മരിച്ചു വീഴണം. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട് കിടക്കുകയല്ല, അറക്കപ്പെട്ടവൻ നിൽക്കുകയാണ്. സ്തേഫാനോസ് മരിക്കുമ്പോൾ യേശുവിന് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അവനെ വിടുവിക്കുവാനും കഴിയുമായിരുന്നു. പക്ഷേ അവിടുത്തെ ദൈവത്തിന്റെ പദ്ധതി, ശൗൽ എന്ന് പറയുന്നവൻ സ്തേഫാനോസിനേക്കാൾ ശക്തമായി വെളിച്ചത്ത് വരണമെങ്കിൽ ഇവന്റെ മരണം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരിക്കുന്ന കൂട്ടത്തിൽ മരിച്ചു പോകാനല്ല, മറിച്ച് കർത്താവ് 2 കരവും നീട്ടി സ്വീകരിക്കുന്ന മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിനെ തള്ളിക്കളയാതെ അവനെ വിശ്വസിച്ചേ പറ്റത്തുള്ളെന്ന്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് പ്രിയപ്പെട്ടവരെ, ബൈബിളൊക്കെ അങ്ങ് താഴെ വെക്ക്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ഹോട്ടൽ കോളിന് വേണ്ടി അധിക സമയം മുതിരുന്നില്ല. ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, യേശുവേ, അവിടുന്ന് പാപികൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ മരണാധികാരിയായ പിശാചിനെ നോക്കി അവന്റെ മരണാധികാരം പിടിച്ചെടുത്ത് ഞങ്ങളുടെ മരണത്തിനപ്പുറത്ത് ആ മരണാധികാരത്തെ നിത്യജീവനാക്കി മാറ്റി ദൈവിക നീതി നീ ക്രൂശിൽ നിർവഹിച്ചെങ്കിൽ ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കട്ടെ. യേശുവിന്റെ ക്രൂശ് മരണം പ്രവചനങ്ങൾ നിവൃത്തിയാക്കിയതാണ്. യേശുവിന്റെ ക്രൂശ് മരണം എന്റെ പാപങ്ങൾ പരിഹരിച്ചതാണ്. യേശുവിന്റെ ക്രൂശ് മരണം നിന്റെ കുടുംബത്തെ നോക്കി പല്ലിളിക്കുന്ന, നിന്റെ തലമുറകളെ അവകാശം പറയുന്ന, നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന, ദേശത്തെ മുച്ചൂട് മുടിച്ചു കളയുന്ന പിശാചിന്റെ ബന്ധനത്തെ പകർക്കുന്നതായതുകൊണ്ട് കരമൊന്നും നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച്
ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? യേശുവേ, നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീ അകറ്റി, നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീ അകറ്റി, നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ, എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണ് തുറക്കാനല്ല നമ്മൾ നിൽക്കുന്നത്. കണ്ണ് തുറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും യേശുവിനെ കണ്ണ് തുറക്കാൻ കഴിയാതെ വണ്ണം ഒരു കണ്ണിന്റെ പിൻവശത്തുനിന്ന് വന്ന കുത്ത് അവന്റെ കണ്ണിന്റെ മണി പോലും പുറന്തള്ളി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ ഉന്തിയ കണ്ണുമായി യേശു പറയുന്നു, ഭാവികളായ മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ മരണം ആസ്വദിച്ചു. ലോകത്തിൽ ഒരാൾക്കും ആസ്വദിക്കാൻ കഴിയാത്തത് അവൻ ആസ്വദിക്കുവാൻ കാരണം, ഇന്ന് രാത്രി പന്തലിൽ നിൽക്കുന്ന ചിലർ പറയുന്നു, നിന്റെ മരണം എനിക്ക് വേണ്ടിയാണ് കർത്താവേ എന്ന് നെഞ്ചത്ത് കൈവെക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ അന്ന് ഇത് കണ്ടുകൊണ്ടാ മക്കളെ മരണം ആസ്വദിച്ചത്. അതുകൊണ്ട് ഇനിയും തള്ളിക്കളയല്ലേ ക്രൂശിനെ, ഇനിയും ആരെയും കാത്തിരിക്കല്ലേ, ഇനിയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾക്കും നർപ്പണങ്ങൾക്കും നേർച്ചകൾക്കും പോകല്ലേ, ഇനിയും പിശാചിന് അടിമപ്പെട്ട ജീവിതം നയിക്കല്ലേ. ഇന്ന് രാത്രിയിൽ ഈ യേശുവിന്റെ ക്രൂശിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്തോട് കരം വെച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ 4000 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ശത്രുവിന്റെ തലയെ പകർത്ത് എന്റെ തലയ്ക്കകത്തല്ല എന്റെ ഹൃദയത്തിലേക്ക് വരാൻ അവിടുന്ന് കാണിക്കുന്ന മനസ്സിനെ കാണാതെ പോകല്ലേ കർത്താവേ. ഞങ്ങൾ ഈ പിടയ്ക്കുന്ന നെഞ്ചിൽ കൈവച്ചിരിക്കുന്നത് ഇത് നിലച്ചു പോകും മുൻപ് ഇതിന്റെ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇനി ആരെയും ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. ക്രൂശ് ഞങ്ങളുടെ പാപപരിഹാരത്തിന്റെ ബലിസ്ഥലമാണ്. എല്ലാറ്റിലുപരിയായി ഞങ്ങളെ അടക്കി ഭരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പാപത്തിന്റെ അടിമ ചങ്ങലയിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് വേണ്ടി പ്രവചനങ്ങൾ നിവൃത്തിയാക്കിയ, നമുക്ക് വേണ്ടി പാപങ്ങൾ പരിഹരിച്ച, നമുക്ക് വേണ്ടി പിശാചിന്റെ തലയെ തകർത്ത ദൈവത്തെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ.
മൃത്യു ഭീതി തീർത്തനാഥനെ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ ബഹുമാന്യനാമാചാര്യനായി വാനിലാവൻ വാഴയായി ബഹുമാന്യനാമാചാര്യനായി വാനിലാവൻ വാഴയായി കലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുവാൻ കലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുവാൻ സ്തുതി മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി മനമേ നിത്യവും ജീവനാഥനേശുവേ ദിനവും മനമേ തൽസമയം വൻകൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം വൻകൃപകൾ അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ സ്തുതി മനമേ നിത്യവും ജീവനാഥനേശുവേ സ്തുതി മനമേ നിത്യവും ജീവനാഥനേശുവേ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പായോ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ ജീവനാഥനേശുവേ സ്തുതി മനമേ നിത്യവും ജീവനാഥ ഇതുപോലെ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ 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 ഇതുപോലെ സ്വജീവൻ
നാഥനെ സ്തുതിച്ചയി മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതിച്ചയി മനമേ നിത്യവും നിൻ ജീവനാഥൻ. ഭരണാധികാരിയായിരുന്ന പിശാചിനെ തകർത്ത കർത്താവിനെ എല്ലാവരും ചേർന്ന് അല്പസമയം ആ ലൈനുകൾ ഒന്നുകൂടെ പാടി കരങ്ങളെ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് നമ്മുടെ ശബ്ദം ഒരു 3-4 പേർക്കെങ്കിലും കേൾക്കാവുന്ന ഉച്ചത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കാം. ഭരണാധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താലെ നീക്കി ജയം വരുത്തിയ ദൈവത്തെ മരണാധികാരിയായിരുന്ന പിശാചിനെ മരണാധികാരിയായിരുന്ന പിശാചിനെ മരണത്തിനാലെ കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. We preach Christ crucified. ഇന്ന് രാത്രിയിലും ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവിടുത്തെ അഭിഷക്തനെ ദൈവം ബലപ്പെടുത്തിയതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് എല്ലാ